യൂദ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ കരളിൽ ഒരു കയ്പിന്റെ കഷായം തികട്ടി വരും. നമ്മുടെ പിള്ളേർക്കും കൊച്ചുമക്കൾക്കും പേരിടാൻ നമ്മൾ ബൈബിൾ മുഴുവൻ തപ്പി പേരിട്ട് കഴിഞ്ഞു. ഇനി പേരില്ല കണ്ടുപിടിക്കാൻ. എന്നിട്ടും ഈ പരിചയമുള്ള വാക്ക് നമ്മൾ ഇടില്ല. ഏത് പേര്? യൂദ. പക്ഷേ ആ വാക്കിന്റെ അർത്ഥം അറിയാം. പ്രൈസ് ദി ലോർഡ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി. ഇത്ര മനോഹരമാണ്. ധൈര്യമായിട്ട് കൊച്ചുമക്കൾ കിട്ടാം. ദൈവത്തിന് സ്തുതി. പക്ഷെ നമുക്ക് ആ പേര് പോലും ഒരു അപകടത്തിന്റെ കെണി പോലെയാണ്. ഇന്ന് രാത്രി ഞാൻ ആ മനുഷ്യനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന്, ആ മനുഷ്യന്റെ മരണമാണ്. ആത്മഹത്യകൾ വാർത്തയല്ലാതാകുന്ന ഒരു കാലമാണ്. മനഃശാസ്ത്രം പറയുക, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ 3 കാരണങ്ങളാണ്. ഒന്ന്, സ്നേഹിക്കാൻ ഒരാൾ നെഞ്ചിൽ ഇല്ലാതെ പോവുക. എന്റെ ദൈവമേ, ഈ കരിപിടിച്ച അടുക്കളയ്ക്കുള്ളിൽ രാവളത്താൽ ഇരുട്ടുവോളം ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നതെന്ന് പറയുന്ന എത്ര അമ്മമാരുണ്ട് ഇവിടെ. സ്നേഹിക്കാൻ ഒരാൾ ഇല്ലാതെ പോകുന്ന ഒരു വലിയ വേദനയാണ്. ഒരാൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പ്രണയ നൈരാശ്യത്തിൽ കാമുകനും കാമുകയും ഒക്കെ ഒരേ സമയത്ത് 2 ഇടങ്ങളിൽ കലാപരമായി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കാലമാണ്. ഒരാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ രണ്ടാമത്തെ കാരണം ആശിക്കാൻ എന്തെങ്കിലും ചങ്കിൽ ഇല്ലാതെ പോകുക. ഇത് നിരാശയുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ മനോരോഗികളുടെ എണ്ണം 230% വർദ്ധിച്ചത്. എന്നാത്തിന്റെ കുറവാ ഇപ്പൊ നമുക്കല്ലേ? ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ അടുപ്പ് തറയിലായിരുന്നു, അരകല്ല് തറയിലായിരുന്നു, ആട്ടുകല്ല് തറയിലായിരുന്നു, കിടന്ന പായ തറയിലായിരുന്നു, കഴിച്ചിരുന്ന തറയിലായിരുന്നു. എല്ലാം തറ സൗകര്യങ്ങളെല്ലാം 0-യിലാണ് കിടന്നേ. പക്ഷെ ഇപ്പോഴും ഇനി തോളൊപ്പം കയറി തറയിലിരുന്ന് അടുപ്പിക്ക് മണ്ടയ്ക്ക് കയറി വെടിവെച്ചാണ് നമ്മളിപ്പോ കത്തിക്കുക, സ്വിച്ചിട്ടാണ് അരയ്ക്കുക, ഒക്കെ വിള്ളൽ കയറി. പക്ഷേ നമ്മുടെ ചിരി കളഞ്ഞു പോയി, നമ്മുടെ സന്തോഷം താഴെ പോയി, സ്വസ്ഥത താഴെ പോയി. ആശിക്കാൻ എന്തെങ്കിലും ചങ്കലില്ലാതെ പോകും. നിരാശയുടെ കാലമാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് വ്യക്തമായി കാണാം. അല്ലെങ്കിലും പലരുടെയും നോക്കുമ്പോ ഇന്ന് വരുന്ന വഴിക്ക് ഒരു 10,000-10,000 രൂപ കളഞ്ഞു പോയതുപോലെ ഇരിക്കുന്നവരുണ്ട്. ഇത് നിരാശയുടെ കാലം, മുഖവാട്ടത്തിന്റെ കാലമാണ്. പ്രിയപ്പെട്ടവരെ, താടിക്കൈ കൊടുത്തവരൊക്കെ ഇരിക്കുന്നവരുണ്ട്. സന്തോഷത്തോടെ ഈ രാത്രി നിസ്സാരപ്പെട്ട ദുഃഖങ്ങൾ എറിഞ്ഞു കളഞ്ഞാട്ടെ. ഒരാൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുക. 3-ാമത്തെ കാരണം പ്രവർത്തിക്കാൻ എന്തെങ്കിലും മുൻപിൽ ഇല്ലാതെ പോവുക. എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് എന്ത് ചെയ്യാനുണ്ട് ഇവിടെ? ആഹാബിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നിട്ട് മരിച്ച മതി എന്ന് പറയുന്ന ഒരു നിമിഷമുണ്ട്. ആവണക്കന് ചുവട്ടിൽ യോനയും പറയുന്നത് മറിച്ചല്ല, ജീവിച്ചിട്ട് കാര്യമില്ല. വലിയ മനുഷ്യര് പോലും. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചിട്ടില്ലേ ഈ പന്തലിന് കീഴെ ആരെങ്കിലും ഒക്കെ ഈ രാത്രി വാരുന്ന അത്താഴത്തിന്റെ ഒരു പിടി വറ്റ അവസാനത്തേതായിരുന്നെങ്കിലെന്ന്, ഈ നശിച്ച രാത്രി ഇരുട്ടി വെളുക്കാതിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഉണ്ട്. ഒരു വേള ഈ കസേരയിലിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടവർ എപ്പോഴെങ്കിലും ഒക്കെ മരിച്ചിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ അനേക കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ മനുഷ്യന്റെ മരണത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മനുഷ്യനെ കുറിച്ച് പറയാനും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ വാക്യത്തിൽ നിന്ന് ഇനിയും നാം കണ്ടെത്തേണ്ട മറ്റൊരു കാര്യത്തെ കുറിച്ചാണ് പറയുക. He throwing down the silver pieces in the temple, then he hanged himself. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. ഈ രാത്രി എനിക്ക് നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആലോചിച്ച് ചോദിച്ച് പറയാനുള്ള വിഷയം, കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്തീയ വേദ പശ്ചാത്തലത്തിന് പുറത്തും ബൈബിളിന് പുറത്തും ചതിയുടെ, വഞ്ചനയുടെ, നെറികേടുകളുടെ ആദ്യത്തെ പര്യായമാണ് 30 വെള്ളിക്കാശ്. ഈ 30 വെള്ളി നാണയങ്ങൾ, നാമില്ലാത്ത, ചേതനയില്ലാത്ത, ജീവനറ്റ ഈ 30 വെള്ളി നാണയങ്ങൾ പറയുന്ന തിരിച്ചറിവിന്റെ, വീണ്ടു വിചാരങ്ങളുടെ 3 പാഠങ്ങൾ. അറിവിന്റെ 3 പാഠങ്ങളല്ല, തിരിച്ചറിവിന്റെ, വീണ്ടു വിചാരങ്ങളുടെ 3 പാഠങ്ങൾ. പ്രിയപ്പെട്ടവരെ, വെള്ളി നാണയങ്ങൾ, 30 വെള്ളി നാണയങ്ങൾ നമ്മോട് പറയുന്നു,
എന്നോടും നിങ്ങളോടും ഒരു കണ്ണാടിയായി, ഒരു ദർപ്പണമായി, നമ്മുടെ ജീവിതത്തിന് നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടിയായി ഈ രാത്രിയിൽ ഇത് കാണണം. ഇന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഈ യൂദായുടെ മടിശീലയിൽ ഘനം തൂങ്ങിയ ആ നാണയങ്ങൾ ഒരു കണ്ണാടി പോലെ പിടിക്കാനാണ് എന്റെ ആഗ്രഹം. അതിൽ നിന്ന് 3 പാഠങ്ങളെ മനസ്സിലാക്കി രാത്രി മടങ്ങണമേ. ഈ നാണയം രാഷ്ട്രീയ ചരിത്രകാരന്മാർ പറയുന്നത്, അന്ന് യൂദ മേടിച്ച നാണയം, റോമൻ നാണയം, അതിന്റെ ഒരു വശത്ത് ഒരു പ്രാവിന്റെ ചിത്രവും മറുവശത്ത് ഒരു കഴുകന്റെ ചിത്രവുമായിരുന്നു. അന്നത്തെ കാലത്തെ ആ നാണയങ്ങൾ ഒരു വശത്ത് പ്രാവിന്റെ ചിത്രവും മറുവശത്ത് കഴുകന്റെ ചിത്രവും. കറക്റ്റ്. ഇത് ഈ മനുഷ്യന്റെ സ്വഭാവം തന്നെ. മുഖത്ത് പ്രാവിന്റെ ശീതളിമ ഒളിപ്പിച്ചൊരു മനുഷ്യൻ, മുഖത്ത് പ്രാവിന്റെ മൃദുലഭാവങ്ങൾ ഒളിപ്പിച്ചിരുന്നൊരു മനുഷ്യൻ, എന്നാൽ അകത്ത് കഴുകന്റെ ആശ്രിതയെ മറച്ചു വെച്ചൊരു മനുഷ്യൻ. അതായിരുന്നു യൂദ. കഴുകന്റെ മൃദുഭാവവുമായി തിരുമേശമേൽ ചേർന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുളിന്റെ മറവിൽ കഴുകന്റെ വന്യഭാവവുമായി ക്രിസ്തുവിന് നേർക്ക് വേഷം കെട്ടിയാടുന്നു. ഈ മനുഷ്യന്റെ സ്വഭാവം തന്നെയാണ് ഈ നാണയത്തിന്റെ 2 പുറങ്ങൾക്കും. ഈ വെള്ളി നാണയങ്ങൾ നമ്മോട് പറയുന്നു, ഈ രാത്രി ആധുനിക കാലത്തോട്, കരിപിടിച്ച കറുത്ത വർത്തമാന കാലത്തോട് 3 വീണ്ടു വിചാരങ്ങളുടെ പാഠങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വെള്ളി നാണയങ്ങൾ ഈ രാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, ക്രിസ്തുവിന്റെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, the more we hate, the more we care, the more we hate എന്നുള്ളതാണ്. more we care, more we hate. ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുക്കും. ശ്രദ്ധിക്കൂ, ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ തലക്കെട്ടിന്റെ അർത്ഥം? ഞാൻ നിങ്ങളെ ഒരു ചിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ പള്ളി, ഈ പള്ളിയുടെ മദ്ബഹായിൽ കിഴക്കേ ഭിത്തിയിലിരിക്കുന്ന ചിത്രം എന്താണ്? യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ചിത്രമാണ്. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലുണ്ട്, നിങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. മഹാനായ ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച പഴയ, ഡാവിഞ്ചിയുടെ ചുവട് പിടിച്ച് അനേകം യൂറോപ്യൻ ചിത്രകാരന്മാർ ഏറ്റുപിടിച്ച് വരച്ച യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം. 12 പേരും ക്രിസ്തുവും അത്താഴം കഴിക്കാനിരിക്കുന്ന ഒലിവ് പൂത്ത നീസാൻ 14 രാത്രി അത്താഴത്തിന്റെ കമനീയമായ ഒരു ചിത്രം. അത് ക്യാൻവാസിൽ വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ക്യാൻവാസിലേക്ക് അത് ഇപ്പോഴൊന്ന് കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണരുതേ, ആ ചിത്രം നിങ്ങൾ മുമ്പിലോട്ട് കൊണ്ടുവരണം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ഇടയിൽ വലിയൊരു വിടവുണ്ടായത് കൊണ്ട് ഒത്തിരി ഉത്തരങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഈ ചിത്രം, യേശുവും 12 പേരും അന്ത്യ അത്താഴം കഴിക്കുന്ന ചിത്രത്തിൽ, ഈ 12 പേരുടെ കൂട്ടത്തിൽ നാം എന്നെടുത്ത വേദഭാഗത്തിലെ ആളുണ്ട്. ആര്? യൂദ. ക്രിസ്തുവിന്റെ ഇടതു ഭാഗത്തായി അയാൾ ഇരിക്കുന്നുണ്ട്. മനസ്സിലുണ്ടല്ലോ പടം. ഈ ചിത്രത്തിൽ യൂദ ഇരിക്കുന്നത്, അയാളുടെ കരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? മലബാറുകാർ ആ പടം കണ്ടിട്ടില്ലേ? ചുങ്കത്തറയിൽ ആരും ആ പടം കണ്ടിട്ടില്ലേ? ആ ചിത്രത്തിൽ യൂദ ഇരിക്കുമ്പോൾ യൂദയുടെ കരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ പറയാം, എന്നാ പോയി ആ ചിത്രം കാണണം. 30 വെള്ളി നാണയങ്ങളുടെ സഞ്ചി കണ്ടിട്ടുണ്ട്. ചില തല കുലുങ്ങുന്നുണ്ട്. ഇയാൾ ഈ നാണയങ്ങൾ പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ദേ ഇവിടേക്ക് നോക്കൂ, എന്നെ നോക്കൂ. ഈ നാണയങ്ങൾ ചങ്കോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത്, the more we care, ഏറെ സ്നേഹിക്കുന്ന 8 മണിക്ക് നെഞ്ചത്തിരിക്കുന്നു. നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന വേദപുസ്തകം 1 പേജ് പുറകോട്ട് മറിച്ചാൽ ഞാനൊരു കാര്യം പറയാം. 26-ാം അധ്യായം 15. വിശുദ്ധ മത്തായി 26:15 ഇങ്ങനെയാണ്. കുറച്ചു നാൾ മുമ്പ് മഹാപുരോഹിതന്മാരിൽ യൂദായോട് ചോദിച്ചു, എടോ, തന്റെ ഗുരുവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം സ്വസ്ഥമായിട്ട്, ഞങ്ങൾക്ക് ഇത്തിരി കാര്യമുണ്ട്. അപ്പൊ യൂദ പറഞ്ഞു, അതിനെന്താ, പക്ഷെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പണം കിട്ടണം. നിനക്ക് എന്നാത്തിനാണോ കാശ്? നിന്റെ തമ്പുരാന്റെ ഗുരുവിന്റെ കാശൊക്കെ നിന്റെ കയ്യിലല്ലേ? അല്ലല്ല, കാശ് കിട്ടാതെ ഒന്നും പണിയില്ല. ഇയാളുടെ ആസുരത കണ്ടിട്ട് അന്ന് തന്നെ 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അത് മടിശീലയിലിട്ട് അതിന്റെ കിലുക്കത്തിൽ പുത്തൻ കിനാവുകൾ നെയ്തെടുത്ത് മനുഷ്യൻ നടക്കുക.
അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 26:15. ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്തു തരും? ഇതൊരു ചോദ്യമാണ്. 3.5 വർഷം ഒരുമിച്ചുണ്ട് കൂടെയുണ്ടവന്റെ ചോദ്യം. 3.5 വർഷം പരിവരുത്ത വള്ളപ്പലകമേൽ ഒരുമിച്ച് യാത്ര ചെയ്തവന്റെ ചോദ്യം. 3.5 വർഷത്തെ ഒരേ മലമുകളിൽ കിടന്നുറങ്ങിയവന്റെ ചോദ്യം. കൂടെയുള്ളവരോടുള്ള ബന്ധങ്ങളിൽ ലാഭത്തിന്റെ കണക്ക് പറയുക. നിങ്ങൾ എനിക്ക് എന്ത് തരും? ഒരു വിലപേശല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചുങ്കത്തറ ടൗണിലോ നിലമ്പൂരോ ഒക്കെ ഒരു സാധനം വാങ്ങാൻ ഇറങ്ങിയാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആ സാധനം വാങ്ങിയിട്ട് കാഷ് കൗണ്ടറിൽ വരുമ്പോഴത്തേക്കും ബില്ലിന് കാശ് കൊടുക്കും, അല്ലേ? അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി തെരുവിലൂടെ നടക്കുമ്പോ തെരുവിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ വാങ്ങും. അപ്പൊ എന്നായും നസ്രാണിയുടെ തനി സ്വഭാവം നമ്മൾ കാണിക്കും. എന്നാ പറ്റും? വിലപേശും. അവന്റെ അത്താഴക്കഞ്ഞിക്ക് പരമാവധി മണ്ണ് വരിയിടാൻ വേണ്ടി നമ്മൾ വിലപേശും, അല്ലേ? തെരുവിൽ നമ്മൾ വിലപേശും. ബാർഗെയിനിങ് ഈസ് ദ എക്കണോമി ഓഫ് സ്ട്രീറ്റ്. ബാർഗെയിനിങ് ഈസ് ദ എക്കണോമി ഓഫ് സ്ട്രീറ്റ്. വിലപേശൽ എന്ന് പറയുന്നത് തെരുവ് കച്ചവടത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര. എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ജീവിതത്തിൽ, ഗുരുവിനോടുള്ള ബന്ധത്തെ തെരുവ് കച്ചവടത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു യൂത. നിങ്ങൾ എനിക്ക് എന്ത് തരും? ഇത് പുതിയ കാലത്തിന്റെ പരിച്ഛേദം. ബന്ധങ്ങളിൽ ലാഭത്തിന്റെ കണക്ക് പറയുന്ന ഡിസ്പോസിബിൾ സംസ്കാരത്തിന്റെ പരിച്ഛേദം. പ്രിയപ്പെട്ടവരെ, ആ കാശ് മടിയിൽ വാരിക്കെട്ടി ഇതാ രാത്രി 8 മണിക്ക് ആ തിരുമാളികയിൽ ചേർന്നിരിക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, അന്ന് രാത്രി രാപ്പാടി കൂകി തീരും മുമ്പേ, രാക്കോഴി കൂകി തീരും മുമ്പേ ഈ നാണയങ്ങളെ കുറിച്ച് നാം ഇവിടെ വായിച്ചു. He throwing down the silver pieces in the temple. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. ഇനി ചോദിക്കട്ടെ, ഒരു ചോദ്യം കൂടെ മാത്രം. ഒരാൾ എന്തുകൊണ്ടാണ് ഒരു സാധനം എറിഞ്ഞു കളയുക? അയാൾ അതിനെ ഏറ്റവും വെറുക്കുക. അതെ, രാത്രി 8 മണിക്ക് ശംഖോട് ചേർത്ത് പിടിച്ചത്, എനിക്ക് കിട്ടേണ്ടതൊക്കെ വാങ്ങി ചേർത്ത് പിടിച്ചവൻ പുലരി 3 മണിക്കോ 4 മണിക്കോ മുമ്പ് എറിഞ്ഞു കളയുക. The more we care, more we hate. വെള്ളി നാണയങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാ. ഈ രാത്രി എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ വെള്ളി നാണയങ്ങൾ നമ്മുടെ നേർക്ക് പിടിച്ച കണ്ണാടിയാണ്. ഒരുപാട് മോഹങ്ങളുമായി ഓടുന്ന നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ കെണിയായി തീരും, ചിലതൊക്കെ കെണിയായി തീരും. ചേർത്ത് പിടിക്കുന്നവരൊക്കെ ഉപേക്ഷിക്കാൻ ഒരു രാത്രി തികച്ചു വേണ്ടി വരില്ല. ഒരു സന്ദേശം ചേർത്ത് പിടി. എന്റെ നാട്ടുകാരൻ, ഇന്ത്യൻ വ്യോമസേനയിൽ ഉയർന്ന ജോലിയുള്ള ഒരു മനുഷ്യൻ, ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ എല്ലാം. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഫോറിൻ മദ്യം മാത്രം കഴിക്കും, നന്നായിട്ട് മദ്യപിക്കും. കൂടെ 5-6 പേര് കാണും. വൈകുന്നേരങ്ങൾ മദ്യത്തിൽ മുങ്ങിയ സായാഹ്നങ്ങൾ, ഭാര്യയുടെ കണ്ണുനീര്, മക്കളുടെ അപേക്ഷ, ഒന്നും പ്രശ്നമില്ല. ഒരു വൈകുന്നേരവും ഫ്രീ അല്ല. പ്രിയപ്പെട്ടവരെ, 50-53 വയസ്സ് കഴിഞ്ഞപ്പോ റിട്ടയർ ആകുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഈ മനുഷ്യന് ക്യാൻസർ ബാധിച്ചു. തിരുവനന്തപുരം RCCയിൽ അദ്ദേഹം ചികിത്സയിലാണ്. എനിക്ക് പ്രിയമുള്ള ഒരാളായതുകൊണ്ട് കീമോതെറാപ്പിയുടെ ഇടവേളയിൽ അദ്ദേഹം അവിടെ തന്നെ പ്രിയമുള്ള ഒരു ബന്ധുവീട്ടിൽ വിശ്രമിക്കുന്നു. ഞാൻ ഈ മനുഷ്യനെ കാണാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. എന്റെ നാട്ടിൽ നിന്ന് കൊട്ടാരക്കരയെന്ന് തിരുവനന്തപുരത്ത് വണ്ടി ഇറങ്ങി, വീട് തപ്പിപ്പിടിച്ചു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി കാത്തു നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? ഈ മനുഷ്യന്റെ കറുത്ത ഭൂതകാലത്തിന്റെ ഇരുണ്ട ഫ്ലാഷ് ബാക്കുകൾ, ഇന്നലകളുടെ വല്ലാത്ത ദയനീയ ചിത്രങ്ങൾ. വാതിൽ തുറന്നത് ആ മനുഷ്യൻ തന്നെ. വീട് തെറ്റിയില്ല. ഒരു വിളറിയ ചിരിയോടെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം എന്നെ സ്വീകരിച്ചിരുത്തി. ഞാൻ ആ സോഫയിൽ അമർന്നിരുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കാണുമ്പോഴേ അറിയാം മരണം അടുത്തിരിക്കുന്നു. കുഴിഞ്ഞതാണ് കണ്ണുകൾ, ഒരു കുറുകിയ രൂപം, മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു. ക്യാൻസറിന്റെ കരാളകസ്തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വലിഞ്ഞു മുറുക്കിയത് കാഴ്ചയിൽ അറിയാം. വർത്താനം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, മരിക്കാൻ എനിക്ക് പേടിയില്ല. ഞാൻ വിചാരിച്ചു പണ്ടേ ഇങ്ങനെ ഒരു നിഷേധിയായി ജീവിക്കുന്ന മനുഷ്യനാണ്, അതിന്റെ തിളപ്പായിരിക്കും ഇപ്പോഴും. മരിക്കാൻ എനിക്ക് പേടിയില്ല, എനിക്ക് 2-3 പേരെ രക്ഷപ്പെടുത്തിയിട്ട് പോയാൽ മതി. ഞാൻ ആ കണ്ണിലേക്ക് തുറച്ചു നോക്കി. എന്നാ പറയുക ഈ മനുഷ്യൻ? ക്യാൻസറിനെ കുറിച്ചാണോ? മരിക്കാൻ എനിക്ക് പേടിയില്ല, എനിക്ക് മരിക്കുന്നതിന് ഒരേ ഒരു ആഗ്രഹം, അതെന്റെ ഭാര്യയോടോ മക്കളോടോ എന്റെ വീടിനോടോ ഉള്ള ഒരു കടപ്പാടുമല്ല, എനിക്ക് 2-3 പേരെ രക്ഷപ്പെടുത്തിയിട്ട് പോയാൽ മതി ഈ നശിച്ച സാധനത്തിൽ നിന്ന്.
ഞാനൊന്നും മിണ്ടിയില്ല. എന്താണ് അദ്ദേഹം പറയുക? വീണ്ടും പറഞ്ഞ, എന്നെ തകർത്തത് മദ്യമാ, എന്നെ നശിപ്പിച്ചത് മദ്യമാ. ഞാനൊന്നും മിണ്ടിയില്ല. ചില നേരങ്ങളിൽ മൗനമാണല്ലോ ഏറ്റവും വലിയ നന്മ. ഈ മനുഷ്യൻ പറയാ, എന്നെ നശിപ്പിച്ചത് മദ്യ, എന്നെ എനിക്ക് 2-3 പേരോട് സാക്ഷ്യം പറഞ്ഞ് രക്ഷപ്പെടുത്തിയിട്ട് പോയാൽ മതി. പ്രിയപ്പെട്ടവരെ, എന്നെ തകർത്തത് മദ്യമാ. 2-3 കുടുംബങ്ങളോട് മദ്യത്തെ കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് ഇന്ന് പ്രിയപ്പെട്ട അച്ഛൻ ദുശീലങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ആ മനുഷ്യന്റെ വാക്കുകൾ എന്റെ ഇടനെഞ്ചിലിരുന്ന് പൊള്ളുന്നുണ്ട്. ഇന്നലകളിൽ എല്ലാത്തിനും ഉപരി മദ്യത്തെ തീവ്രമായി പ്രണയിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് പറയുക, തകർത്തരുതാ. The more we care, more we hate. ഏറെ സ്നേഹിക്കുന്നതിനെ ഏറെ വെറുത്തേക്കാം. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ, ഇത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് എന്ന് അറിയണമേ. അത് മദ്യപാനം മാത്രമാകണമെന്നില്ല, മറ്റേതെങ്കിലും ലഹരിയാകാം, കുടുംബത്തിന് പുറത്ത് സുഖം അന്വേഷിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളാകാം, നിന്റെ കൂടെ ജീവിക്കുന്നവർ പോലും അറിയാത്ത നിന്റെ സ്വകാര്യ രഹസ്യങ്ങളാകാം. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ഏതാ നിന്റെ ആസക്തി? നീ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ നാണയം ഏതാ? അത് ഉപേക്ഷിച്ച് കണക്ക് പറയേണ്ട ചില നേരം വരാനിരിക്കുന്നു. സത്യമാണ്. ആരും അറിയാതെ, കൂടെ ജീവിക്കുന്നവർ പോലും അറിയാതെ നാം ചേർത്ത് വെച്ചിരിക്കുന്ന ചില സ്വകാര്യ ആഘോഷങ്ങൾ ഒരുപക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അറിയണമേ, വെള്ളി നാണയം നിനക്ക് വേണ്ടി ഒരു കണ്ണാടിയായി തീർന്നിരിക്കുക. നീ കളഞ്ഞിട്ട് കണക്ക് പറയേണ്ട ഒരു നേരം വരും. സത്യമാണ്. ആ മനുഷ്യന്റെ വാക്കുകൾ എന്റെ ചങ്കിലുണ്ട്. യൂദായുടെ വെള്ളി നാണയങ്ങൾ ഒക്കെ ഉപേക്ഷിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ടായിരിക്കണം യേശുദമ്പുരാൻ 12 ശിഷ്യന്മാരെ തന്റെ സുവിശേഷ പ്രവർത്തനത്തിന് അയക്കുമ്പോൾ അവരോട് പറയുന്നത് എന്തൊക്കെ എടുക്കണമെന്നല്ല, എന്തൊക്കെ എടുക്കണ്ട. വടി വേണ്ട, പക്കടം വേണ്ട, 2 ഉടുപ്പ് വേണ്ട, ചെരുപ്പ് വേണ്ട, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പോ തൊട്ടോ ഒന്നും വേണ്ട. നമ്മളാണെങ്കിൽ നമ്മുടെ കൊച്ചിനെ ഹോസ്റ്റലിൽ വിടുമ്പോൾ മോളെ എന്നതെടുത്തോ എന്നാ ചോദിക്കുക. ഓരോ സെന്റ് ഓഫ് എടുക്കലുകളെ കുറിച്ചാണ് പറയുക, ഓരോ ഫെയർവെല്ലും കരുതലുകളെ കുറിച്ച്. പക്ഷെ ക്രിസ്തു അനിവാര്യമായ അപകടങ്ങളുടെ മേച്ചൽപ്പുറങ്ങളിലേക്ക് 12 എണ്ണത്തിന് നിർദ്ദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നത് ഒന്നും വേണ്ട. എന്താ അർത്ഥം? തലമുഖം ആലോചിക്കൂ. എന്താ അതിന്റെ അർത്ഥം? ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, എന്തൊക്കെ എടുത്താലും ലൈഫ് ഈസ് നോട്ട് പെർമനന്റ്. ജീവിതം സ്ഥിരമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ? ശാന്തമായി ചിന്തിക്കൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ളതാണെന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പറയും, ഒരു ആരാധനാ ഭാഷ പറയട്ടെ, 2 നനഞ്ഞ വെള്ളത്തുണിക്കിടയ്ക്കുള്ള. ഒന്നാമത്തെ നനഞ്ഞ വെള്ളത്തുണി പരിശുദ്ധ മാമോദീസായുടെ തൊട്ടിയിൽ നിന്നെ കോരിയെടുത്ത് കൃത്യമായി പള്ളിയുടെ ആ അഴിയുടെ മുൻപിൽ പരിശുദ്ധ മൂറോന്റെ ഗന്ധവും നനവുമുള്ള തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു തുടങ്ങി ജീവിതം. പിന്നെ ഈ നാട് മുഴുവൻ നമ്മൾ ജീവിക്കും. നമ്മളില്ലെങ്കിൽ ഇവിടെ ഭൂമി കുലുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. ഇഞ്ചി കൃഷി മുതൽ ഇന്റർനെറ്റിനെ കുറിച്ച് വരെ നമ്മൾ അഭിപ്രായം പറയും. വലിയ പുള്ളിയാ. അവസാനം പോക്കുവെയിലിന്റെ പൊന്നു വീഴുന്ന ഒരു വൈകുന്നേരത്ത് നമ്മുടെ പെട്ടിയെടുത്ത് ഇതിലേവരും പഴയ കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അവിടെയും ഒരു നനഞ്ഞ വെള്ളത്തുണി. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. കൃത്യം ആ സ്ഥലം പോലും മാറ്റില്ല. ഈ 2 നനഞ്ഞ വെള്ളത്തുണിക്കിടയ്ക്കുള്ളത്, വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ളത്, 2 അറിവില്ലായ്മകൾക്കിടയിലുള്ളതാണെന്ന് ഗുരു നിത്യചൈതന്യതി പറയും. എന്താ 2 അറിവില്ലായ്മ? ഒന്നാമത്തെ അറിവില്ലായ്മ, ഒരു കുഞ്ഞായിരിക്കുമ്പോ 3 വയസ്സില് 2.5 വയസ്സില് പറഞ്ഞു കൊടുക്കണം, മോനെ ഇതാണ് നിന്റെ ഉപ്പാപ്പൻ, ഇതാണ് നിന്റെ മാവി, ഇതാണ് എല്ലാം പറഞ്ഞു കൊടുക്കണം. അറിവ് ചൊല്ലിക്കൊടുത്ത് നമ്മൾ കൊച്ചുങ്ങളെ വളർത്തും. ഇങ്ങനെ അറിവുണ്ട് നമ്മൾ ജീവിക്കും. ഇനി അവസാനം ഒരു പഴത്തുണിക്കെട്ട് പോലെ ആ പഴമത്തയിൽ ഇങ്ങനെ ചുരുണ്ടിട്ട് പോലെ കിടക്കുന്നൊരു നേരമുണ്ട്. നല്ല വാർദ്ധക്യം. കുവൈറ്റിൽ നിന്നുള്ള നമ്മുടെ മോൻ നേരെ എയർപോർട്ടിൽ വന്നിട്ട് അപ്പച്ചൻ വയ്യാതെ കിടക്ക വന്ന് മുറി കയറി അപ്പച്ചന്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിക്കുക, അപ്പച്ചൻ മനസ്സിലായി നോക്കിക്കേ, കണ്ണു തുറന്നേ. അപ്പച്ചൻ കണ്ണു തുറന്നു നോക്കി, എവിടെ പിടികിട്ടാൻ? ഇത് അപ്പച്ചന്റെ മൂത്ത മോന, ദേ കുവൈറ്റിൽ നിന്ന് വന്നേ ഉള്ളൂ, എവിടെ മനസ്സിലാകാൻ? സ്വന്തം മക്കള് കൈ പിടിച്ച് കുലുക്കുമ്പോഴും മനസ്സിലാകാത്തൊരു നേരമുണ്ട്. ഇതാണ് 2ാമത്തെ അറിവില്ലായ്മ.
രണ്ടറിവില്ലായ്മകൾക്ക് നടുവിലുള്ളതാണ് നമ്മുടെ ജീവിതം. വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ളതാണ്. അതുകൊണ്ടാ ഒരു മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ അറിയണമെന്നാ പറയാം. ജീവിക്കുന്ന മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ: ഒന്ന് ആധാരമെന്ത്, രണ്ട് ആധേയമെന്ത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നിലനിൽക്കുന്നത്, കടന്നു പോകുന്നത്, ഉള്ളത്, ഉണ്മ. എന്താ ഉള്ളത്? ഇംഗ്ലീഷിൽ പറയും ഹാവ്. എനിക്ക് ഇന്നതുണ്ടെന്ന് പറയാം. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ഹോം, ഐ ഹാവ് എ വൈഫ്, ഐ ഹാവ് 2 children. ഐ ഹാവ്. ഹാവിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാം ഒരുപാട് ഹാവ്. പക്ഷെ മറ്റൊരു വാക്കുണ്ട്, ഉള്ളതാണ് ഹാവെങ്കിൽ ഉണ്മയാണ് BEING. അതിന്റെ അർത്ഥം എന്താ? എസൻസ് എന്നാണ്. ബിരിയാണിക്കകത്തുള്ള എസൻസ് അല്ല, എസൻസ് എന്നാണ്, സത്ത. ഉണ്മയുള്ളവൻ, ആത്മാവ്, സത്ത. അതാണ് ബീയിങ്. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ചരാചരത്തെ മാത്രമാണ് ബീയിങ് എന്ന് വിളിക്കുക. കുട്ടികൾ പറയും എന്നാ? മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. അതെ, ഹാവിങ് ബീയിങ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ വര അറിയണം. ആധാരം, ആധേയം, നിലനിൽക്കുന്നത്, കടന്നു പോകുന്നത്, ഉള്ളത്, ഉണ്മ, ഹാവിങ്, ബീയിങ്. പ്രിയപ്പെട്ടവരെ, ഒരു വൈകുന്നേരത്തെ ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കസേരയിൽ 2 പടിയിൽ കാല് പൊക്കി വെച്ചിട്ട് പറഞ്ഞു, അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞു, എന്റെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഹാവിങ്, ഐ ഹാവ് എന്ന് പറഞ്ഞു. ഇപ്പൊ സ്വർഗം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എടോ പൊട്ട, എടോ മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ നിന്റെ ഹാവിങ് ഒക്കെ, നിന്റെ ബീയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമോ? വിശുദ്ധ വചനം പറയുന്നുണ്ട്, വിശുദ്ധ ലൂക്കോസ് 12:20, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും അവൻ തന്റെ ഡാഷ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്താ ഡാഷ്? ഈ അടുത്ത കാലത്ത് എവിടെയോ ഈ ഡാഷ് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ഒരു കൊച്ചാ പറഞ്ഞത്, ആധാർ കാർഡ് എന്നാ പറഞ്ഞു. കാരണം ബാക്കി എല്ലാം ഉണ്ടായാലും ഈ സാധനം ഇല്ലേ, പോയില്ലേ, ഇപ്പൊ നമുക്ക് പേരില്ലല്ലോ, നമ്പറല്ലേ ഉള്ളൂ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. ബീയിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ട രാത്രിയാണ് വെള്ളി നാണയങ്ങൾ പഠിപ്പിക്കുക. എനിക്കുണ്ടെന്ന് പറയുന്ന സർവരോടും. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ പാടുന്നത്, ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും നീങ്ങിപ്പോകുന്ന ഒരു രാത്രിയുണ്ട്. വെള്ളി നാണയങ്ങൾ രാത്രി എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒലിവുബൂത്ത് രാത്രിയിൽ തിരുമേശമേൽ ചേർന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ ഹാവിങ് ഒക്കെ എവിടെ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വാക്കോർക്കണമേ, ബീയിങ്, സത്ത. കാളിയം എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. ചുമ്മാ കേട്ടാ മതി, പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല. ഈ മനുഷ്യൻ പറയും, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് 2 പകുതിയാണ്. ആദ്യത്തെ പകുതി അയാൾ ആളാകാൻ ശ്രമിക്കും, രണ്ടാമത്തെ പകുതി അയാൾ അർത്ഥം കാണാൻ ശ്രമിക്കും. എന്താ? ആദ്യത്തെ പകുതി ആളാകാൻ നോക്കും. എന്താ ആളാകുക? ഒരു 10, 40, 45 വയസ്സ് വരെയൊക്കെ ഒരു ഒന്നാമത്തെ ഫസ്റ്റ് ഹാഫ് ഒന്ന് കൂട്ടിക്ക്, 90 ഒന്നും പോവുകയല്ല, എങ്കിലും കിടക്കട്ടെ. ഈ ഫസ്റ്റ് ഹാഫ് ആളാകാൻ നോക്കും. ശരിയല്ലേ? എന്തിനാണ് നമ്മുടെ 18 കഴിഞ്ഞ ചെറുപ്പക്കാരൻ ഈ മീശ മുളച്ച പ്രായത്തിൽ പൾസർ 200 ബൈക്കിൽ ഇങ്ങനെ ഈ ഒടുക്കത്തെ വേഗതയെ കൂടെ വലിയ ശബ്ദം ഉണ്ടാക്കി റോഡിൽ കൂടെ പോണത്? അവന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലിന് മരുന്ന് മേടിക്കാനൊന്നും പോവല്ല, മറിച്ച് ഞാനിവിടെ കണ്ടേ 4 പേരൊന്ന് കാണണം, ഒന്നാളാകുക. ഒരു തെറ്റൊന്നുമല്ല, പ്രായതല്ലേ, ടിപ്പറിന്റെ കീഴിൽ കയറാതിരുന്നാൽ മതി. ശരിയാണ്. എന്തിനാണ് നമ്മുടെ പെൺകുട്ടി നിലക്കണ്ണാടിയുടെ മുന്നിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ട് ഈ ഭാഗത്ത് ഏറ്റവും നല്ല സുന്ദരി ഞാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ 7 ആഴ്ച കൊണ്ട് വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് ക്രീമൊക്കെ തേക്കുക? ഒന്നാളാകാൻ. ഒരു പെർഫോമൻസ് ഇൻസ്റ്റിങ്. തെറ്റല്ലത്, പ്രായത്തിൻ്റെതാണ്. പിന്നെ ഇത്തിരിയൂടെ കഴിഞ്ഞാൽ എന്തിനാണ് നരം പാകിയിട്ട് നമ്മുടെ അച്ചായൻ കറുത്ത ചായം തലമുടിയിൽ പൂശി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക? എനിക്ക് പ്രായമായില്ലേ, ഞാനിവിടെ ലൈവാണേ എന്ന് ഇടവക്കാരെയും നാട്ടുകാരെയും ഒക്കെ ബോധ്യപ്പെടുത്താനാണ്. എന്തിനാണ് നമ്മുടെ വീട്ടമ്മ
അല്ലേ? ഇവിടെങ്ങും ഇല്ലാത്തവർ ഇവിടുത്തെ തുണിക്കടയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, എന്തോ ആയിക്കോട്ടെ. ഇമ്മാനുവൽ സിൽക്സിൽ പോയി മനോഹരമായ ഒരു സാരി, ഈ ചുങ്കത്തറയോ ഈ പരിസരത്തോ 24 പള്ളികളിലോ ആർക്കും ഇല്ലാത്തൊരു സാരി മേടിച്ച് മനോഹരമായി ഫ്ലീറ്റ് ഒക്കെ പിടിച്ച് ഞൊറിഞ്ഞെടുത്ത്, എന്നാ പിന്നെ കൺവെൻഷന്റെ ഞായറാഴ്ച തന്നെ ഉദ്ഘാടനമാകട്ടെ എന്ന് പറഞ്ഞ് കണ്ടോ 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 എന്നൊക്കെ പറഞ്ഞ് ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ വരിക, 4 പേരുന്ന് കാണുക. ഇതൊക്കെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഉള്ളതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു സെക്കൻഡ് ഹാഫ്, ജീവിതത്തിന്റെ രണ്ടാം പകുതി, ഒരാൾ ചിന്തിക്കണം, why am I born? ഞാൻ എന്തിനാ ജനിച്ചത്? What is the meaningful existence of life? ജീവിതത്തിന്റെ അർത്ഥം എന്താ? പക്ഷെ നമ്മളോ 80-ാം വയസ്സിലും ആരാകാൻ നോക്കിക്കൊണ്ടിരിക്കുക, ആളാകാൻ. ശ്രീ ശങ്കരാചാര്യർ പാടുന്നുണ്ട്, ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണാസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത എന്ന് പറഞ്ഞാൽ, ബാലസ്ഥാവൽ ക്രീഡാസക്ത എന്ന് പറഞ്ഞാൽ ഒരാൾ ബാലനായിരിക്കുമ്പോൾ കളികളിലാണ്, ക്രീഡകളിലാണ് താല്പര്യം, കളിക്കണം. തരുണസ്ഥാവൽ തരുണാസക്ത, യൗവനത്തിൽ കൂടെ പോകുമ്പോ സൗന്ദര്യമാണ് ഭ്രമം, സൗന്ദര്യം, താരുണ്യം. വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, വൃദ്ധതയിലേക്ക് പോകുമ്പോ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ഇരിക്കുന്ന സെക്കൻഡ് ഹാഫിലുള്ള എല്ലാ പിതാക്കന്മാരോടും അമ്മമാരോടും അപേക്ഷിക്കട്ടെ, ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ കുറെ കൂടെ അർത്ഥവത്തായി ചിന്തിക്കണമേ. ഏറ്റെടുത്തിരിക്കുന്ന, ചങ്കിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആസക്തികളെ എറിഞ്ഞുകളയുന്ന യൂദായുടെ വെള്ളി നാണയങ്ങൾ ഈ രാത്രി ഓർമ്മിപ്പിക്കുന്നതാണ്. മൂഢ, ഗതികെട്ടു പോകാൻ ഒരു രാത്രി തികച്ചു വേണ്ട എന്നാണ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിലേക്ക്, ഈ ആധുനിക കാലത്തിന്റെ പരിച്ഛേദമാണ്, ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിലേക്ക് അവൻ ഏറ്റവും ഇഷ്ടമുള്ള, ഇതിപ്പോ പിള്ളേർക്ക് അപ്പനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഒന്ന് ചിക്കനാണ്, അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള സാധനങ്ങളാണ്. ഒരു കിൻഡർ ജോയ് എന്ന് പറയുന്ന ഒരു മിഠായിയാണ്. കുട്ടികൾക്ക് മനസ്സിലായി, പ്രായമുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് ഒരെണ്ണം കൊടുത്താൽ ഈ കൊച്ചത്തെയും 3 വയസ്സുകാരി വലത് കൈ കൊണ്ട്, കുഞ്ഞിക്കൈ കൊണ്ട് മേടിക്കും. ഒരെണ്ണം കൂടെ കൊടുത്ത് ഭയങ്കര വിലയുള്ള സാധനമാണ്, പോയി മേടിക്കാൻ നിൽക്കണ്ട. രണ്ടാമത്തിനെന്തെയും ഇടത് കൈ കൊണ്ട് വാങ്ങും. ഈ കുഞ്ഞിന്റെ കയ്യിലേക്ക് 3ാമതൊരെണ്ണം കൂടെ കൊടുത്താൽ എന്നാ ചെയ്യും? മാതാപിതാക്കൾ പറയും, എന്ത് ചെയ്യും? മേടിക്കില്ല നമ്മുടെ പിള്ളേർ. കാരണം പലതിനോട് നമ്മൾ നോന്ന് പറയുന്നുണ്ടല്ലോ, അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ 3ാമത്തിനും കുഞ്ഞു മേടിക്കും. എങ്ങനെ? ഉള്ളക്കൈയിൽ ചേർത്ത് പിടിച്ച് 3ാമത്തിനും നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇനിയാണ് കഥ. 4ാമതൊരെണ്ണം കൂടി കൊടുത്തു നോക്കും, ഈ കുട്ടി എന്ത് ചെയ്യും? അതും വാങ്ങാൻ അവൻ ശ്രമിക്കും ആർത്തിയോടെ, ഈ 3.5 വയസ്സുകാരി. പക്ഷേ അതും വാങ്ങാനുള്ള ശ്രമത്തിൽ കുഞ്ഞിക്കൈകളിൽ നിന്ന് 4ഉം തറയിൽ വീഴും. ഒരു നിലവിളിയിലും ശയന പ്രദർശനത്തിലും ഒക്കെ കാര്യങ്ങൾ തീരും. ഈ കരയുന്ന 3.5 വയസ്സുകാരിക്ക് തുല്യമാണ് ആധുനിക മനുഷ്യന്റെ പരിച്ഛേദം. അത് എപ്പോഴാ ഓർക്കുന്നെന്നറിയാമോ? വെള്ളവരപ്പിച്ച് കിടത്തുമ്പോ പാടും, ഭാരങ്ങൾ കൂടുന്നതിനാൽ ഒന്നും വേണ്ട യാത്രയിൽ. ഇപ്പോഴാ തോന്നി ഇത്ര ഭാരം വേണ്ടായിരുന്നു. ഈ രാത്രി അച്ഛൻ മരണപ്പാട്ട് പാടി പീഡിപ്പിക്കാൻ വന്നതല്ലേ? ഭാരങ്ങൾ കൂടുന്നതിനാൽ ഭാരം കുറയ്ക്കണമെന്നൊരു തോന്നൽ. പ്രിയപ്പെട്ടവരെ, യൂദായുടെ വെള്ളി നാണയങ്ങൾ സന്ധിക്ക് ചേർത്ത് പിടിക്കുന്ന പുലരിയിൽ എറിഞ്ഞു കളയുമ്പോൾ കാലത്തെ വെള്ളി നാണയങ്ങൾ ഒരു കണ്ണാടി പോലെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമാണ്. സഹോദര സഹോദരി, നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന സകലതും നിന്റെ ഭാര്യ അറിയാത്ത, നിന്റെ കുഞ്ഞുങ്ങൾ അറിയാത്ത, നിന്റെ ഭർത്താവ് അറിയാത്ത, നിനക്ക് ചുറ്റുമുള്ളവരറിയാത്ത ഈ പൊയ്മുഖങ്ങൾ അണിഞ്ഞുകൊണ്ട്, നീ മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിലതൊക്കെ നഗ്നവും മലർന്നതുമായി കിടക്കുന്ന, കണക്ക് പറഞ്ഞെറിഞ്ഞു കളയേണ്ട നേരം വരാനിരിക്കുന്നു. 2, വെള്ളി നാണയങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. 1, മോർ വി കെയർ മോർ വി ഹേറ്റ്. 2, വെള്ളി നാണയങ്ങൾ ചരിത്രത്തെ വീണ്ടും വിചാരങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, വർത്തമാനകാലത്തെ തിരിച്ചറിവുകൾക്ക് പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. കണക്കുകൾ പിഴയ്ക്കുന്ന ഒരു കാലമുണ്ട്. കണക്കുകൾ പിഴയ്ക്കുന്ന ഒരു കാലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ മാത്തമാറ്റിക്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആർക്കാണെന്നറിയാമോ? മാത്തമാറ്റിക്സിനും എക്കണോമിക്സിനും 12 എണ്ണത്തിൽ മാർക്ക് കിട്ടിയത് ആർക്കാണെന്നറിയാമോ? എന്റെ പൊട്ടം ചോദ്യം ചോദിക്കാതെ, ഇത് ബൈബിളിലുള്ള കാര്യമൊന്നുമല്ല. ബൈബിളിലുള്ള ചോദ്യം നിങ്ങൾ ഇപ്പൊ പറയല്ലേ?
ഞാൻ പറയും 2 പേർക്ക്. ഒന്ന് ചുങ്കക്കാരൻ മത്തായി. കാരണം അതുകൊണ്ട് കൃത്യമായി ടാക്സ് പിരിക്കാൻ പുള്ളിക്കറിയാം. ഇന്നത്തെ CA ആയിരുന്നു പുള്ളി അന്ന്. രണ്ടാമത്തെ ആള് യൂദായ. കാഷ് ബുക്കും ലെഡ്ജറും വൗച്ചറും റെസിപ്റ്റും അക്കൗണ്ടും പാസ്ബുക്കും ആരുടെ കയ്യിലായിരുന്നു? യൂദായുടെ കയ്യില. മത്തായി 47, 48 എന്ന് പറഞ്ഞത് 50. യൂദായാകട്ടെ 47, 48 എന്ന് പറഞ്ഞു മാർക്കിൽ. അതുകൊണ്ട് 1/2 മാർക്ക് കൂടുതൽ കിട്ടിയ യൂദായുടെ കയ്യിൽ കർത്താവ് എന്നെ കൊടുത്തു, പണസഞ്ചി കൊടുത്തു. കണക്കറിയാമായിരുന്നു, എക്കണോമിക്സ് അറിയാമായിരുന്നു, സാമ്പത്തിക ശാസ്ത്രം അറിയാമായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ കണക്ക് തെറ്റിപ്പോയി. മിടുക്കനായിരുന്നു, പ്രൊഫഷണലായിരുന്നു, സ്മാർട്ടായിരുന്നു അയാളുടെ മേഖലയിൽ. പക്ഷേ ജീവിതത്തിന്റെ രസതന്ത്രം, ജീവിതത്തിന്റെ കെമിസ്ട്രി അറിയാതെ പോയി. ഈ കാലഘട്ടം പോലെ ഇന്ന് ഒരുപാട് മിടുക്കന്മാരുടെ കാലം. നമ്മുടെ തലമുറയുടെ പ്രശ്നം, നമ്മുടെ പിള്ളേരുടെ പ്രശ്നം ബുദ്ധി കൂടി പോയി എന്നുള്ളതാണ്. ബുദ്ധിയുടെ ഒരു കെട്ട് കിടപ്പുണ്ട്, ബുദ്ധി കൂടി പോയി എന്നുള്ളതാണ്. കണക്കറിയാമായിരുന്നു, പക്ഷെ ജീവിതത്തിന്റെ കല രസതന്ത്രം തെറ്റിപ്പോയി. ഇന്നും അങ്ങനെയാ. ഇത് നിങ്ങളുടെ അടുത്തുള്ള കുടുംബ കോടതിയുടെ മുന്നില് നാളെ വെറുതെ ഒന്ന് നോക്കിയാൽ, പോയി നിൽക്കല്ലേ, നോക്കിയാൽ മതി, ക്യൂ നോക്കിയാൽ അറിയാം. അതിനകത്ത് 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു അമ്മച്ചിയും 8ാം ക്ലാസ് വരെ പഠിച്ച ഒരു അപ്പച്ചനും കാണുകയല്ല. പക്ഷേ ഒരു 2 എംടെക്കുകാരെ കാണാം, 3 ബിടെക്കുകാരെ കാണാം. ഇന്ന് മിടുക്കന്മാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, സ്മാർട്ട് ആയിട്ടുള്ളവരുണ്ട്. പക്ഷേ ജീവിക്കാൻ അറിയത്തില്ല, ജീവിതത്തിന്റെ കണക്ക്. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നാറുണ്ട് ബന്ധങ്ങൾ പലതും യൂദായുടെ ചോദ്യം പോലെ ലാഭത്തിന്റെ കെട്ടുകളുള്ളതാണ്. ഇന്നൊക്കെ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, പെൺകുട്ടിയെ കാണാൻ ചെറുക്കൻ വന്നാൽ, അല്ലെങ്കിൽ മണവാളൻ മണവാട്ടി ആദ്യമായിട്ട് വീട്ടിൽ കാണാൻ വരുമ്പോ, പണ്ടൊക്കെ അപ്പന്മാര്, പെൺകൊച്ചിന്റെ അപ്പന്മാര് ചോദിച്ചിരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ, മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടോന്നാ. ഇപ്പൊ അതല്ല ആദ്യം ചോദിക്കുക, കൊണ്ടുപോകുന്ന എവിടെയാവൂ. പെണ്ണിന്റെ അപ്പൻ മണവാളന്റെ അപ്പനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇഷ്ടപ്പെട്ടോന്നല്ല, കൊണ്ടുപോകുന്ന. ഫാമിലി വിസ ഉണ്ടോന്നാ, കൊണ്ടുപോകുന്നു. അല്ലെ തന്നെ കല്യാണം ഇപ്പൊ എങ്ങനെയാണല്ലോ, ചെറുക്കൻ എംടെക്കാണ്, മസ്കറ്റിലാണ്, പെൺകൊച്ച് എംടെക്കാണ്, കൊള്ളാം. ഇതിലിപ്പോ ആനന്ദലത്തിങ്ങനെ എന്ത് വേണം, കൊച്ചു കുവൈറ്റിലാണ്, മസ്കറ്റ് കുവൈറ്റ് ഫ്ലൈറ്റ് ടൈം ആലോചിക്കുക. പ്രൊഫഷൻ തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന, ലാഭത്തിന്റെ കണ്ണികൾ ചേർത്ത് വയ്ക്കുന്ന ബന്ധങ്ങൾക്ക് വില പറയുന്ന കാലത്തിൽ പലതും 8ാം നാളിൽ പൊട്ടിപ്പോയ പട്ടം പോലെ വട്ടം കറങ്ങി വട്ടുപിടിച്ച് നടക്കുന്ന കഥയും കാലവുമാണ്. യൂദായ്ക്ക് കണക്കറിയാമായിരുന്നു, പ്രൊഫഷണലായിരുന്നു, മിടുക്കനായിരുന്നു. പക്ഷേ അയാൾ ചിന്തിച്ചു തന്റെ ഗുരുനാഥൻ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയും, പീലാത്തോസിന്റെ കൈവരികൾ കുടഞ്ഞുകളയും, ഹേരോദാവിന്റെ കൊട്ടാര ഭിത്തികളെ കടന്ന തമ്പുരാൻ പോരും. പക്ഷേ ആ രാത്രിയിൽ തന്റെ ഗുരുനാഥൻ പിടിക്കപ്പെടുന്നത് കണ്ടപ്പോ, മുൾക്കിരീടം വയ്ക്കപ്പെടുന്നത് കണ്ടപ്പോൾ, കാലിനും പാടികളിൽ മാംസകഷണങ്ങൾ പറഞ്ഞു മാറുന്നത് കണ്ടപ്പോ, ചാട്ടവാറിന്റെ സീൽക്കാരങ്ങൾ യൂദായെ ഭ്രാന്ത് പിടിപ്പിച്ചു. അയാളുടെ കണക്കുകൾ തെറ്റിപ്പോയ ഗതികെട്ട രാത്രി. പ്രിയപ്പെട്ടവരെ, എത്ര മിടുക്കനായാലും കണക്കുകൾ പിഴച്ചേക്കാം. ഇംഗ്ലീഷിൽ പറയും കാൽക്കുലേറ്റ്, ഗോഡ് ഡിസൈഡ്സ്. മനുഷ്യൻ കണക്കൂട്ടുന്നു, ആര് തീരുമാനിക്കുന്നു? ദൈവം തീരുമാനിക്കുന്നു. Men calculate, God decides. പ്രിയപ്പെട്ടവർ, നമ്മുടെ കണക്കെന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് yes or no ഉത്തരം വെറുതെ പറഞ്ഞാൽ മതി. ശബ്ദം ഇവിടെ വരത്തില്ലെന്നാണ് ഞാൻ അറിയാം, എങ്കിലും ചുമ്മാ പറഞ്ഞോളൂ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, yes or no, ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ഒന്ന്, കണക്കൂട്ടിയായിരുന്നോ എന്നുള്ളതാണ്. ചില കണക്കുകൾ ചോദിക്കുമ്പോ, യോന കണക്കൂട്ടിയായിരുന്നോ? ആ തിമിംഗലം എടുത്ത് വിഴുങ്ങുമ്പോ ഈ തിമിംഗലം തന്നെ കൃത്യമായി നിനവയുടെ തീരത്ത് ഛർദ്ദിക്കുമെന്ന് yes or no പറയില്ല, നോ ഇല്ല. പക്ഷേ തീരത്ത് ഛർദ്ദിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഒരിക്കൽ D.L. മൂഡി എന്ന് പറയുന്ന ഒരു വലിയ സുവിശേഷകൻ ഒരു വലിയ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു. അദ്ദേഹം പ്രസംഗിച്ച വിഷയം യോനായുടെ മനസാന്തര. ഇത് താഴോട്ട് ഇറങ്ങി വരും, ഒരു യുക്തിവാദിയായ മനുഷ്യൻ താഴെ നിൽപ്പുണ്ട്. അദ്ദേഹം മൂഡിയോട്, ഈ പ്രസംഗനോട് ചോദിച്ചു, താങ്കൾ എന്ത് വിഡ്ഢിയ, താങ്കൾ എന്ത് യോനായുടെ പുസ്തകമല്ലേ പ്രസംഗിച്ചത്? താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഒരു മത്സ്യം, ഒരു തിമിംഗലം ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിൽ ജീവനോട് ഇയാൾ കിടക്കുമെന്ന് എന്നെ വിഡ്ഢിയാടോ താൻ? ഒരു യുക്തിവാദി കൂസലില്ലാതെ ചോദിച്ചു. ഈ മനുഷ്യനൊന്നും മിണ്ടിയില്ല.
ഈ സുവിശേഷകൻ മിണ്ടാതെ നിന്നിട്ട് അർത്ഥഗർഭമായ ഒരു മൗനത്തിന് ശേഷം ചെറുപുഞ്ചിരി വിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര, താങ്കളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഞാനിത് വിളിച്ചു പറയട്ടെ, ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ ഈ മനുഷ്യൻ 3 ദിവസം കിടന്നു എന്നല്ല, ഈ മനുഷ്യന്റെ ഉള്ളിൽ ഈ മത്സ്യം 3 ദിവസം കടന്നു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. കാരണം ഇത് പറയുന്നതാരാ? ദൈവത്തിന്റെ വചനമാണ്. യുക്തിവാദി പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഈ മനുഷ്യൻ 3 ദിവസം കടന്നു എന്നല്ല, ഈ മനുഷ്യന്റെ ഉള്ളിൽ ഈ തിമിംഗലം 3 ദിവസം കടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കാരണം ഇത് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണോ മത്സ്യം കൃത്യമായി ഛർദ്ദിക്കുമെന്ന് യോന കണക്കൂട്ടിയില്ല. ഞാൻ ഇനി ചോദിക്കട്ടെ, അബ്രഹാം ഇസഹാക്കും കൂടെ ആ മോറിയ മലയിലേക്ക് പോവുക. അവിടേക്ക് പോയപ്പോ ഈ അബ്രഹാം കണക്കൂട്ടിയോ തന്റെ കൊച്ചിനു പകരം ഒരാട് മുകളിൽ ഉണ്ടായിരിക്കുമെന്ന്? സ്വർണ്ണോ? നോ. അതെ, കണക്ക് കൂട്ടിയില്ല. ദൈവത്തിന്റെ പദ്ധതിയാ. തന്റെ കുഞ്ഞിന് പകരം ഒരാടുണ്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ആടാണോ ഇസഹാക്കാണോ മലയുടെ മുകളിൽ ആദ്യം ചെന്നത്? ആലോചിച്ചു പറഞ്ഞാൽ മതി. ആടാണോ ഇസഹാക്കാണോ മലയുടെ മുകളിൽ ആദ്യം ചെന്നത്? ആട്. ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, ഒരു കോലാട്ട് കൊച്ചിനെ ബലി കഴിക്കണമെങ്കിൽ 3 വയസ്സ് വേണം. എന്നാൽ അബ്രഹാമും ഇസഹാക്കും കൂടെ ആ വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? 3 ദിവസം. ഇനി പറയട്ടെ, 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിന് വേണ്ടി 3 വർഷം മുന്നമേ പദ്ധതി ഇടുന്നൊരു ദൈവമുണ്ട്. Men calculate, God decides. ഈ അപ്പൻ നെഞ്ചുരുകാൻ തുടങ്ങിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. തന്റെ മകനെ ഓർത്ത് ആ വീട് ഉരുകാൻ തുടങ്ങിയിട്ട് 3 ദിവസം. എന്നാൽ 3 ദിവസം പഴക്കമുള്ള വേദനയ്ക്ക് വേണ്ടി, 3 ദിവസം പഴക്കമുള്ള ദുഃഖത്തിന് വേണ്ടി 3 വർഷം മുന്നമേ ഒരുക്കുന്നൊരു ദൈവമുണ്ട്. ഇനി 10 കീഴെ നിങ്ങളുടെ വേദനയ്ക്ക് എന്ത് പഴക്കമുണ്ട്? ദൈവത്തോട് പറ. ഒരുപക്ഷെ 3 ദിവസമായിരിക്കും, 3 ആഴ്ചയായിരിക്കാം. നിങ്ങളുടെ ചങ്കിനുള്ളിൽ ഇപ്പൊ വഹിക്കുന്ന ഭാരത്തിന് 3 മാസത്തെ പഴക്കമുണ്ടോ? 3 വർഷമുണ്ടോ? എന്നാൽ നിന്റെ കണക്കല്ല സുഹൃത്തേ. ദൈവത്തിന്റെ പദ്ധതി അതിൽ എത്രയോ ഇരട്ടിയ. മറായിലെ വെള്ളം കയ്പ. തീരത്ത് നിൽക്കുന്ന കരഞ്ഞപ്പോ ഈ വെള്ളത്തിന്റെ കയ്യെത്തും ദൂരത്തൊരു മരക്കൊമ്പുണ്ട്. മാറായുടെ കയ്യെത്തും ദൂരത്ത് മരക്കൊമ്പുണ്ടാക്കണതാ ദൈവത്തിന്റെ പദ്ധതി. മാറായുടെ കയ്യെത്തും ദൂരത്ത് മരക്കൊമ്പുണ്ടാക്കണതാ ദൈവത്തിന്റെ പദ്ധതി. കയ്പുതിരുന്ന ദൈവം. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അബ്രഹാം മുകളിലേക്ക് പോയി ചിന്തിച്ചോ ആട് കാണുമെന്നോ? വീണ്ടും ചോദിക്കട്ടെ, ദാനിയേൽ കണക്കൂട്ടിയായിരുന്നോ സിംഹക്കുഴിയിലേക്ക് എടുത്തെറിയപ്പെടാൻ നേരം ഈ സിംഹങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കുമെന്ന്? ഇല്ല. ദൈവത്തിന്റെ പദ്ധതി. ഞാൻ ചോദിക്കട്ടെ, വിശന്നു വലഞ്ഞോ ദാഹിച്ചു വലഞ്ഞ് അതാ ഏലിയാവ അവിടെ കിടക്കുക. അപ്പോ ആകാശത്തിന്റെ അനന്തവികായസ്ഥരുടെ കറുത്ത കാക്ക തേങ്ങാപ്പൂള് പോലൊരു സാധനം കൊത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് അപ്പമായിരുന്നു. ഏലിയാവ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ആ അപ്പത്തിന്റെ കഷണം എനിക്കാണെന്ന്. കാരണം ഇന്ന് വരെ ഒരു കാക്കയെ അപ്പം കൊണ്ട് തന്നിട്ടില്ല, അപ്പം കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഏലിയാവ് കണക്കൂട്ടിയോ? നോ. ദാനിയേൽ കണക്കൂട്ടിയോ? നോ. അബ്രഹാം കണക്കൂട്ടിയോ? നോ. പ്രിയപ്പെട്ടവർ, ഇതാണ് മനുഷ്യന്റെ കണക്ക്. ഇതാണ് മനുഷ്യന്റെ കണക്ക്. ഗലീലക്കടലിന്റെ തിബരിയാസിന്റെ മുക്കുവൻ, വലിയ മുക്കുവൻ പത്രോസ്, ഇതിന്റെ ആഴം മുഴുവൻ അറിയാവുന്ന ഒരു രാത്രി മുഴുവൻ വല വീശി. ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ട് ഇങ്ങനെ തീരത്തേക്ക് വിഷാദ ഛവിയുമായി തിരിച്ചു വരുമ്പോ കരയ്ക്കൊരാശാരി നിൽപ്പുണ്ട്. കരയ്ക്കൊരാശാരി നിൽപ്പുണ്ട്. കടലിൽ നിന്ന് വരുന്നവനോ മുക്കുവൻ. ഓരോ പരൽമീനിന്റെയും ശാസ്ത്രം അറിയാവുന്ന. പക്ഷെ തീരത്ത് നിൽക്കണ മരയാശാരി വെള്ളത്തിൽ നിൽക്കണ മുക്കുവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. വലത്ത് വീശാൻ പറഞ്ഞു. ഈ മുക്കുവന് പറയാം, കർത്താവ് എന്നെ പറച്ചില്ല പറയാ, ഞാനിത് എത്ര നാളായി പണി തുടങ്ങിയിട്ട്. നമ്മളാണ് പറഞ്ഞത് അല്ലേ, ഈ പണി നമ്മൾ എത്ര നാളായിട്ട് നടത്തുക? ഒരു രാത്രി മുഴുവൻ ഇടത്തു വീശി വലഞ്ഞ ഒരാളോട്, മുക്കുവനോട് മരയാശാരി പറയാ, എവിടെ വീശാൻ? വലത്ത് വീശാൻ. വലത്ത് വീശിയ കഥ വചനം പറയുന്നുണ്ട്. പെരുത്ത മീൻകൂട്ടം
പ്രിയപ്പെട്ടവരെ, മരയാശാരി മുക്കുവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക, കണക്കല്ലത്. മരയാശാരി മുക്കുവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ ഞാൻ പറയട്ടെ, മുക്കുവന്റെ കണക്കല്ല ജീവിതം, ആശാരിയുടെ പദ്ധതിയാ ജീവിതം. മുക്കുവന്റെ കണക്കല്ല ജീവിതം, ആശാരിയുടെ പദ്ധതിയാണ് ജീവിതം. ഏതോ ഒരു വാഹനത്തിന്റെ പിറകിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം എന്റെ ഓർമ്മയിലുണ്ട്. വേദവാക്യം പോലെ, എ ജൂയിഷ് കാർപ്പന്റർ ഈസ് മൈ ബോസ്. ഒരു യഹൂദ തച്ചനാണ് എന്റെ ഉടമസ്ഥൻ. അതെ, മുക്കുവന്റെ കണക്കല്ല. നിന്റെ മേഖലയിൽ സ്നേഹിത താൻ മുക്കുവനാ, നിന്റെ മേഖലയിൽ സ്നേഹിതയെ നീ മുക്കുവനാ. എല്ലാം അറിയാം. ഇടത്തു വീശി കുഴഞ്ഞിരിക്കുന്ന ഒരു പന്തലിരിപ്പുണ്ട്. കുറെ നാളായിട്ട് ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ചില കൃപകൾക്ക് വേണ്ടി, ചില നന്മകൾക്ക് വേണ്ടി, ചില സൗഖ്യങ്ങൾക്ക് വേണ്ടി, ചില വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇടത്തു വീശി കുഴഞ്ഞിരിക്കുന്നവരോട് തീരത്ത് മുക്കുവൻ ഈ രാത്രി പറയുന്നുണ്ട്, മോനെ മക്കളെ മുക്കുവ, നിനക്ക് കണക്കറിയാം, പക്ഷെ എനിക്ക് പദ്ധതി അറിയാം. മോനെ മുക്കുവ, നിനക്ക് കണക്കറിയാം, എനിക്ക് പദ്ധതി അറിയാം. പടിഞ്ഞാറ് മാസിഡോണിയ മുതൽ കിഴക്ക് സിന്ധു നദീതടം വരെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഒരു മഹായുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ബാബിലോണിയയിൽ സുഖിച്ചു പൊളച്ചു കഴിയുമ്പോ 32-ാമത്തെ വയസ്സിൽ മരിക്കുക. കാരണം എന്തെന്നറിയാം? ഒരു മലമ്പനി. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവൻ 32-ാമത്തെ വയസ്സിൽ കടന്നുപോയ കാരണം മലമ്പനി. ഇന്നലത്തെ പത്രത്തിൽ കണ്ടില്ലായിരുന്നു 2017 പരിമരണങ്ങളുടെ കണക്ക്. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പേരുകളിൽ ഒന്നാണ് മോശയുടെ ഒരു മകന്റെ പേര്. ബൈബിളിൽ പറയുന്നു, മോശയ്ക്ക് 2 ആൺമക്കളാ, ഒന്ന് എലയാസറും ഒന്ന് ഗർഷോം. ഗർഷോം എന്ന പേരിന്റെ അർത്ഥം എന്നറിയാം? പരദേശി എന്നാണ്. ഈ ഇരിക്കണം അപ്പന്മാർ ആരെങ്കിലും കൊച്ചിനങ്ങനെ പേരിടും? പരദേശി. സ്വദേശിന് വേണമെങ്കിൽ ഇടും. നിത്യ എന്ന് നമ്മുടെ പെൺകുഞ്ഞിന് പേരിടും, പക്ഷെ അനിത്യ എന്നിടുവോ? ഇല്ല. സുഗുണൻ എന്നിടും, ദുർഗുണൻ എന്നിടുവോ? ഇല്ല. നല്ല പേരിട്ടുള്ളൂ. പക്ഷെ മോശ തന്റെ കൊച്ചിന് പേരിട്ടു ഗർഷോം, പരദേശി. ഞാൻ വിചാരിച്ചു, എന്റെ ദൈവം ഈ കണ്ണിച്ചോരല്ലാത്ത അപ്പൻ എന്നെ ഇങ്ങനെ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അപ്പൻ ഇങ്ങനെ ഇടുള്ളൂ, ഈ അപ്പൻ ഇങ്ങനെ ഇടാനൊക്കെ ഉള്ളു. കാരണം ജീവിതം പരദേശവാസമാണെന്ന് മോശയെ പോലെ അറിഞ്ഞൊരു മനുഷ്യൻ വേദപുസ്തകത്തിലില്ല. പിറന്നു വീണ നാളുകളിൽ ഒരു കുഞ്ഞിന് കരയാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, ഊരിപ്പിടിച്ച വാളുമായി ഫറവോന്റെ കിങ്കരന്മാർ മുറ്റത്ത് റോഡ് ചുറ്റുക, റോഡിൽ കൂടെ പോവാ. അപ്പൊ കൊച്ചു കരയുമ്പം അമ്രാമും യോഖേബും അപ്പനും അമ്മയും കൂടെ കൊച്ചിന്റെ വാപത്തിൽ പിടിക്കും. മിണ്ടല്ലേ മോനെ, മിണ്ടല്ലേടാ, കരയല്ലേടാ, കഴുത്തു പോകും. കരയാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുഞ്ഞ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ നീലനദിയുടെ ഓളങ്ങൾക്കിടയിലൂടെ പൊങ്ങിയും താണും താഴോട്ട് ഒഴുകുന്ന അനാഥൻ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നു. സ്വന്തം അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുമ്പോ പെറ്റമ്മയെ പോറ്റമ്മ എന്ന് വിളിക്കാൻ ഗതികെട്ട കുഞ്ഞ്, പരദേശി. 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് 40-ാമത്തെ വയസ്സിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ ചിക്കൻ 65 ബോൺവിറ്റ് ഹോർലിക്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിതം പരദേശവാസം. എന്നിട്ടോ 40 വർഷം ഏകാന്ത പതികനായി ഇത്രോവിന്റെ ആടുകളെ മേയിച്ചത് മലഞ്ചെരുവുകളിൽ ഏകനായി നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 80-ാമത്തെ വയസ്സിൽ കുഴമ്പുവിനെ കാലേ തെച്ചിരിക്കേണ്ട പ്രായത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, മോനെ മക്കളെ, ഈ ജനത്തിന്റെ നേതാവാകണം. യു ഷുഡ് ബി ദ ലീഡർ. എന്താ മോശ ചെയ്തത്? സുഖമുള്ള പണിയോ ഒന്നും ആയിരുന്നില്ല. 40 വർഷം കൊണ്ടുപോയി. 40 വർഷം കൊണ്ടുപോയി. ഇവന്റെയൊക്കെ പിച്ചലും മാന്തലും തോണ്ടലും തെറിയും ഒക്കെ കേട്ടു. എന്നാ ഉണ്ടായാലും ആദ്യത്തെ ചീത്തവിളി ആർക്കാരെന്നറിയാം? മോശക്കാരൻ. ഇങ്ങനെ 40 വർഷം കൊണ്ടുപോയി. 120-ാമത്തെ വയസ്സ് പിസ്കായുടെ മുകളിൽ മോശയെ കയറ്റി നിർത്തിയിട്ട് മോശയോട് തമ്പുരാൻ ചോദിച്ചു, മോനെ മക്കളെ, താഴേക്ക് നോക്കിക്കൂടെ, എങ്ങനെയുണ്ട് സ്ഥലം? മോശ, മങ്ങാത്ത കണ്ണുള്ള മോശ, താഴോട്ട് നോക്കിയപ്പോ അനന്തമായ താഴ്വാരങ്ങളിൽ ഇതാ മുന്തിരി മുത്ത് കിടക്കുന്നു. അനന്തമായ താഴ്വാരങ്ങളിൽ അവിടെ നിന്ന് വീശിയടിക്കുന്ന തെന്നലും കുളിരും കാറ്റും. മോശ ഇതുപോലൊരു സ്ഥലം കണ്ടിട്ടില്ല. മോശ ചോദിച്ചു, എന്റെ ദൈവമേ, ഏതാ സ്ഥലം? തമ്പുരാൻ പറഞ്ഞു, മോനെ, ഇതാണ് നീ കിനാവ് കണ്ട സ്ഥലം, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമി. ഇത് പറഞ്ഞു കേട്ടപാടെ മോശ ചോദിച്ചു കാണും, തമ്പുരാൻ ഞാൻ കൊണ്ടുപോക്കോട്ടെ, താഴെ ജനം കിടപ്പുണ്ട്, ഞാൻ കൊണ്ടുപോക്കോട്ടെ, എനിക്ക് കൊതിയാവുന്നു. അപ്പോ ദൈവം പറഞ്ഞു, നോ, നെവർ.
വേണ്ട, ഒരിക്കലുമില്ല. നീ ഇവിടെ വെച്ച് മരിക്കും. ആലോചിക്കും. പേറ്റുപായ മുതൽ പിസ്ക വരെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. എല്ലാം ജീവിതം പരദേശവാസമാണെന്ന് ഇതുപോലെ രുചിച്ചറിഞ്ഞ ഒരാളില്ല. പിന്നെ അയാൾ എന്ത് പേര് വിളിക്കണം തന്റെ കൊച്ചിന്? പരദേശി എന്നല്ലാതെ. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. പഴയ പാട്ടാണ്. ഇവിടെ ആരും മിണ്ടുന്നില്ല. അറിയാവുന്നൊരു കൂടെ പാടിക്കോളൂ. എന്തായാലും ആയിട്ട് വന്നതല്ലേ, ഒന്നും മിണ്ടാതെ തിരിച്ചു പോയാൽ എങ്ങനെ? എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എന്താ കവി ഇങ്ങനെ പാടുക? 4 വിരൽ. ഞാൻ ചിന്തിക്കുന്നു, കണ്ണിന്റെ മുന്നിലെ പൂർണ്ണതയാണ് ഒരു കരം. അതിന് 5 വിരലില്ലെങ്കിൽ കണ്ണിന് മുൻപിലെ അപൂർണത കാലത്തെ വരച്ചു കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയുള്ളൂ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുക. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനമാണ് ബെന്യാമീൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. കേട്ടിട്ടില്ലേ? ആടുജീവിതം പോലെ പ്രസിദ്ധമായ നോവലുകൾ. അദ്ദേഹം മലബാറിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരീചിക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകം ഞാൻ ഈ സമയത്ത് ഓർക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, യാത്രയുടെ ദുർവിധി തീരുമാനിക്കപ്പെടുന്നത് ചെമപ്പുകളിലല്ല, തൊട്ടരികിൽ നഷ്ടപ്പെടുന്ന പച്ചകളിലാണ്. ഞാനൊന്നുകൂടെ പറയാം. യാത്രയുടെ ദുർവിധി തീരുമാനിക്കപ്പെടുന്നത് ചെമപ്പുകളിലല്ല, തൊട്ടരികിൽ നഷ്ടപ്പെടുന്ന പച്ചകളിലാണ്. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇവിടെ ഇരിക്കുന്ന വാഹനം ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മളിപ്പോ ഈ ചുങ്കത്തറ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചു ചെല്ലുമ്പോ, ട്രാഫിക് ഓടിച്ചു ചെല്ലുമ്പോ ദൂരേന്ന് നമ്മൾ കാണുന്നത് ചുമപ്പാണ്. നമ്മുടെ മുന്നിൽ 5-6 വണ്ടി കിടപ്പുണ്ട്. നമ്മൾ അടങ്ങി ഒതുങ്ങി ആരെയും ഒന്നും പറയാതെ അതിന്റെ പുറച്ചെന്ന് കിടക്കും. ദൂരേന്ന് ചുമപ്പ, ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ആ പഴയ ട്രാഫിക്കിൽ കൂടെ പിറ്റേന്ന് 11 മണിക്ക് അതിലെ ചെല്ലുമ്പോ ദൂരെ പച്ച കിടക്കുന്നു. പോകാം, സിഗ്നലാണ്. നമ്മൾ ആങ്ങനെ ചവിട്ടി ഈ സിഗ്നൽ ക്രോസ് ചെയ്യണം. പക്ഷേ നമ്മുടെ വണ്ടി ചെല്ലുന്ന നേരത്ത് ഈ പച്ച എന്തായി? ചുമപ്പായി. ഇതിലേതാ വേദന? പഴയ ചുമപ്പാണോ ഈ ചുമപ്പാണോ? ഈ ചുമപ്പാണ്. അതുകൊണ്ടാണ് ബെന്യാമീൻ പറയുന്നത്, യാത്രയുടെ ദുർവിധി തീരുമാനിക്കപ്പെടുന്നത് ചെമപ്പുകളിലല്ല, തൊട്ടരികിൽ നഷ്ടപ്പെടുന്ന പച്ചകളില. മോശ അറിഞ്ഞ മനുഷ്യനാ, എല്ലാം കൺമുമ്പിൽ നഷ്ടപ്പെട്ടു. ജീവിതം ഇങ്ങനെയാണെന്ന് കാലം അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഗർഷവും പരദേശവാസമാണെന്ന് കണക്കുകൾ പിഴയ്ക്കുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ടാ പണ്ടൊക്കെ കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. ഞാൻ കുറച്ചു നാൾ മുമ്പ് ബോംബെയിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് നാട്ടിലോട്ട് പോവാ. ഞാൻ പോകുന്ന ട്രെയിനിൽ നാട്ടിൽ ഇങ്ങനെ കയറി തക്കോട്ട് പൊക്കോണ്ടിരിക്കുക. ഞാൻ ഇരിക്കുന്ന 8 പേരിടിക്കുന്നിടത്ത് ഞാൻ മാത്രം, വേറെ ആരുമില്ല. ഒന്നും ചെയ്യാനില്ലാത്ത വരണ്ട ഒരു പകൽ നോക്കിയപ്പോ ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുക. അപ്പൊ നോക്കിയപ്പോഴുണ്ട് ആ ബർത്തിന്റെ ഇടയ്ക്ക് ഒരു പുസ്തകം തിരികെ വെച്ചിരിക്കുന്നു. ഞാനൊരു മലയാളി ആയതുകൊണ്ടും അതെന്റേതല്ലാത്തത് കൊണ്ടും അതെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനത് എടുത്തപ്പോ അതിന്റെ മുഖചിത്രം മലയാളത്തിലെ പ്രസിദ്ധനായ ചലച്ചിത്ര നടൻ ശ്രീനിവാസന്റെ ചുണ്ടിന്റെ കോണിലുള്ള ഒരു ചിരിയുമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എനിക്ക് കുശാലായി ഒരു പകലിൽ അല്പനേരം വായിക്കാൻ കിട്ടിയില്ലോ. ആ പുസ്തകത്തിന്റെ പേര് പടച്ചോന്റെ തിരക്കഥ എന്നാണ്, ആത്മകഥയാണ്. ഞാൻ ആർത്തിയുടെ ആദ്യത്തെ പേജ് മറിച്ചപ്പോൾ ഒരൊറ്റ വാചകം മാത്രമേ ആദ്യത്തെ പേജിൽ എഴുതിയിട്ടുള്ളൂ. ദൈവത്തെ ചിരിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, നമ്മുടെ ഭാവി പരിപാടികൾ ദൈവത്തോട് പറയുക. ഞാനത് വായിച്ച് കുറെ നേരം ഊറിച്ചിരിച്ചു. ഈ പദ്ധതിയിലുള്ള എത്ര പേർക്ക് അത് മനസ്സിലായി? ദൈവത്തെ ചിരിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, നമ്മുടെ ഭാവി പരിപാടികൾ ദൈവത്തോട് പറയുക. ആക്ഷേപഹാസ്യത്തിന്റെ ആശനായ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുക. ഞാൻ ചിന്തിച്ചു, എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാൻ തലയെ കൊത്തിയെന്ന് ചിരിക്കുന്ന തമ്പുരാന്റെ കോമഡി ടൈം എപ്പോഴായിരിക്കും എന്നറിയാമോ? ഞായറാഴ്ച രാവിലെ 7:30 to 10:30. കാരണം LKG പഠിക്കുന്ന കൊച്ചിന് എൻട്രൻസിന് അഡ്മിഷൻ ചോദിക്കുമ്പോൾ തമ്പുരാൻ ചിരിക്കാൻ തന്നെ ചെയ്യും.
അല്ലെ? ചെറിയൊരു പുറംവേദന വരുമ്പോൾ അത് ഗ്യാസാണോ കാർഡിയാക്കാണോ എന്ന് അറിയാതെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് തിരക്കുമ്പോൾ തമ്മിൽ ചിരിക്കാതെ അതെ, നമുക്ക് ആനുപാതികമല്ലാത്ത കണക്കുകളാണ്. നമുക്ക് 1000 സ്വപ്നങ്ങളുമായി വിരണ്ടോടുക. ഇതാ യൂദായുടെ വെള്ളി നാണയങ്ങൾ, 1000 സ്വപ്നങ്ങൾ, 1000 കണക്കുകൾ. പക്ഷെ കണക്ക് മുഴുവൻ പാളിപ്പോയി. നിങ്ങൾ കുംഭകർണനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്താ കുംഭകർണന്റെ പ്രത്യേകത? അറിയില്ല? അറിയാം. 6 മാസം ഉറക്കം, 6 മാസം. പക്ഷെ ഈ പുള്ളി നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. പുള്ളിക്ക് ഈ ഭയങ്കര ഈശ്വര ഭക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരാഗ്രഹം, ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തണം. അങ്ങനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ് ചെയ്തു. നമ്മൾ മുമ്പ് നോക്കണ തോന്നിയൊന്നും ആയിരുന്നില്ല. നല്ല കൊടിയ തപസ്, ഉഗ്രൻ തപസ്. ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈശ്വരൻ എന്തെങ്കിലും വരുമല്ലോ, വരാതെ പിന്നോട്ടില്ല. വരുമ്പോ ചോദിക്കണം, ഞാൻ മരിക്കരുത്. കൊച്ചാഗ്രഹം, ഒരിക്കലും മരിക്കരുത്. ഈ വരം ഉള്ളിൽ ആഗ്രഹത്തോടെ ചേർത്ത് വെച്ചിട്ട് കുംഭകർണൻ ഒരുപാട് നാൾ തപസ് ചെയ്തു. തപസ്സിന്റെ മൂർധന്യത്തിൽ ഈശ്വരൻ മഹാപ്രഭാവത്തോടെ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട പാടെ ചോദിച്ചു, വത്സ എന്തു വേണം? ഞാൻ കോടീശ്വരൻ പരിപാടിയല്ല, 4 ചോദ്യമൊന്നുമില്ല, 4 ഓപ്ഷനൊന്നുമില്ല. വത്സ എന്തു വേണം? നിനക്ക് വേണ്ട വരം ചോദിച്ചോളൂ. അപ്പോ കുംഭകർണൻ പറഞ്ഞു, ആർത്തിയോടെ, ആഗ്രഹത്തോടെ, ഉള്ളിൽ ഒരുക്കി വെച്ച കണക്കുകൾ തുറന്നു പറഞ്ഞു, എനിക്ക് നിർദ്രാവത്വം വേണം, ഒരിക്കലും ദ്രവിക്കരുത്, മരിച്ചു പോകരുത്, നിർദ്രാവത്വം. പക്ഷെ ആർത്തിയോടെ പറഞ്ഞപ്പോ ഇതിനകത്ത് ഒരു സാധനം അകത്തോട്ടും ബാക്കി പുറത്തോട്ടും വന്നു. അകത്തോട്ട് പോയത് എന്നാണെന്നറിയാമോ? എന്നുള്ള സാധനം അകത്തോട്ടും വന്നു, ബാക്കിയൊക്കെ പുറത്തോട്ടും പോയി. അപ്പൊ എങ്ങനെ വായിക്കും? ചുമ്മാ വായിച്ചോന്നേ, നിദ്രാവത്വം. അപ്പോ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പോക്ക് പോയി. കിട്ടിയത് കൊണ്ട് പുള്ളി വീട്ടിൽ പോയി. ആഗ്രഹിച്ചതിന് വിരുദ്ധമായി നേടുന്നത് അമിതമായ ആധ്യാത്മികതയിലെ കണക്കുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, തച്ചന്റെ പദ്ധതിയ, മുക്കുവന്റെ കണക്കല്ല. ആധ്യാത്മികതയിലെ അമിതമായ ആസക്തികൾ ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയുന്നു. കണക്കുകളൊക്കെ പിഴയ്ക്കുന്ന ഒരു കാലമുണ്ട്. വേദപുസ്തകത്തിൽ ഏറ്റവും സുഖിച്ച മനുഷ്യൻ ആരാന്നറിയാം? ഏറ്റവും സുഖിച്ചു പൊളച്ച് അടിച്ചു പൊളിച്ച മനുഷ്യൻ. ഞാൻ ക്ലൂവ് തരാം, ക്ലൂവ്. ഒരുപാട് ഭാര്യമാരുണ്ടാകും. ചില പുരുഷന്മാരുടെ രൂക്ഷമെന്നും അതിന്റെ ചൊവ്വരെണ്ണം നമുക്കറിയാം. പിന്നെ ഒരുപാടുള്ളതാണോ സുഖം? ദന്തഗോപുരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, സിംഹാസനങ്ങൾ, മണിമാളികകൾ. ആരാണ്? ശലോമോൻ. സുഖിച്ചു പൊളച്ചടിച്ചു പൊളിച്ചു. പക്ഷേ ജീവിതത്തിന്റെ അവസാനം അദ്ദേഹം എഴുതി വെച്ച കുറിപ്പുകളിൽ അദ്ദേഹം ആവർത്തിക്കുന്നൊരു വാക്കുണ്ട്. എന്താ? ഹാ മായ, സകലതും ഇത്രയേ ഉള്ളൂ. ഹാ മായ, സകലതും മായ. എവരിതിങ് വാനിഷ്, എല്ലാം മാറിപ്പോകും. പ്രിയപ്പെട്ടവർ, 127 സങ്കീർത്തനത്തിൽ അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ നന്നാ താമസിച്ച് കിടക്കാൻ പോണതും അധികാലത്ത് എഴുന്നേൽക്കുന്നവരും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നവരും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ജീവിതം അമിതമായ കണക്കൂട്ടലുകൾ ഇതാ യൂദായുടെ ജീവിതത്തിൽ വെള്ളി നാണയങ്ങൾ പഠിപ്പിക്കുക. ഒത്തിരി കണക്കുകളുമായി കൂടെ നടന്നവർ, അറിയാത്ത സ്വപ്നങ്ങളുമായി മണ്ടി നടന്നവൻ, പരതി നടന്നവൻ, അയാളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കണക്കുകളെല്ലാം പിഴച്ചു പോയിരിക്കുന്നു. ഒന്ന്, ഏറെ സ്നേഹിക്കുന്നവർ ഏറെ പുറത്തേക്കാണ്. 2, കണക്കുകൾ പിഴയ്ക്കുന്ന ഒരു കാലമാണ്. 3, വെള്ളിക്കാശ് ഓർമ്മിപ്പിക്കുന്ന യൂദായുടെ വെള്ളി നാണയങ്ങൾ ഈ രാത്രി നമുക്ക് തരുന്ന വീട്ടുവിചാരങ്ങളുടെ തിരിച്ചറിവിന്റെ 3-ാം പാഠം, എയിംലെസ് കൺഫെഷൻ, ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. എയിംലെസ് കൺഫെഷൻ. യൂദ, ആ പഴയ രാത്രിയിലേക്ക് നമുക്ക് മടങ്ങാം. നീസാൻ 14, പെസഹയുടെ രാത്രി. യൂദായുടെ ജീവിതത്തിന്റെ അഭിശപ്തമായ അവസാന വിനാഴികകൾ നമുക്ക് നേരിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ യൂദായെ ഒരുപാട് തെറി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാ? നിങ്ങളോടാണ് ചോദിച്ചത്. എന്നാ? അത് വെള്ളിയാഴ്ച രാവിലെ പട്ടിണി എന്നിട്ട് അല്ലേ, എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോടാ, ഇതൊക്കെ ശരിയാണോടാ, ഇതൊക്കെയാണോടാ അതിന്റെ രീതി എന്നൊക്കെ ചോദിക്കും. ഉച്ച വരെ ഭയങ്കര തെറിയാണ്, കഷ്ടം കഷ്ടം എന്നൊക്കെ പറയും. പക്ഷെ ഉച്ച കഴിയുമ്പോൾ നമ്മൾ നോർമലാവും. പിന്നെ ഒരു വർഷത്തേക്ക് നമ്മൾ നോർമല. അടുത്ത തെറിവിളി അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഉള്ളൂ.
യൂദായെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തും. പക്ഷെ ആ രാവിൽ ഇതുപോലെ വിതുമ്പിക്കരഞ്ഞ, ഇതുപോലെ വിങ്ങലടക്കാൻ പാടുപെട്ട, ഇതുപോലെ തേങ്ങലുകളെ ഉള്ളിൽ ഒളിപ്പിച്ചൊരു മനുഷ്യനുണ്ടോ? അലറിക്കരഞ്ഞ പത്രോസ് ഒരു ജീവിതം ഉണ്ടാക്കി എടുത്തു. പക്ഷേ വിതുമ്പിക്കരഞ്ഞ യൂദായ്ക്ക് അത് കിട്ടാതെ പോയി. കാരണം എയിംലെസ് കൺഫെഷൻ, ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. ആ രാത്രിയിൽ തന്റെ ഗുരുനാഥൻ പിടിക്കപ്പെടുന്നത് കണ്ടപ്പോ തന്റെ കരങ്ങളിൽ നിന്ന് നാണയം വാരിയെടുത്ത് അയാൾ അതിൽ തുറച്ചു നോക്കി. ചോരയുടെ മണം, ഈ നാണയങ്ങളിൽ ഇതാ ചോരയുടെ മണം. അയാൾ ഈ നാണയങ്ങൾ എടുത്തുകൊണ്ട് ഒരു പാതിരാക്കുംഭസാരത്തിന്റെ പകിട്ട് തേടി പോവുകയാണ്. മഹാപുരോഹിതന്മാരുടെ വാതിൽക്കൽ ആഞ്ഞുമുട്ടി. രാവിറച്ചതിരിക്കുന്നു. ദൂരെ രാപ്പാടി കരയുന്നുണ്ട്. അങ്ങകലെ ഒലിവൻ മലയുടെ താഴ്വരകളിൽ രാക്കോഴി കൂകുന്നുണ്ട്. ഈ നിശീഥനിയിൽ ഈ വാതിൽ ആഞ്ഞുമുട്ടിയപ്പോ മഹാപുരോഹിതന്മാർ വാതിൽ തുറന്ന് ചോദിച്ചു, എന്ത് വേണം? എന്ന് പറഞ്ഞു, അയ്യ എനിക്ക് ഉറങ്ങാൻ വേണ്ട, കാശ് തിരിച്ചെടുത്തു, എനിക്ക് വേണ്ട, ഈ പണം എനിക്ക് വേണ്ട. അവര് പറഞ്ഞു, കച്ചവടം കഴിഞ്ഞാണ്, നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, പൊക്കോണം. വാതിൽ വലിച്ചടച്ചു. അടയ്ക്കപ്പെട്ട വാതിൽ അയാളുടെ ജീവിതത്തിൻ്റെത് കൂടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇയാൾക്ക് 12 മണിക്കൂർ സമയമുണ്ടായിരുന്നു എവിടെ പോവാൻ? യേശുക്രിസ്തുവിനെ അടുത്ത് പോകണമെന്നില്ല, ദൂരം പോയാൽ മതി. കാരണം പത്രോസ് അകലം വിട്ടു പിഞ്ചെന്നു എന്ന വചനം പറയുക. അകലം വിട്ടു പിഞ്ചെന്ന പത്രോസിനെ യേശു തിരിഞ്ഞു എന്ന് നോക്കി. ക്രിസ്തുവിന്റെ കണ്ണുകളിൽ നിന്ന് ചാട്ടുളി പോലെ പാഞ്ഞ ദർശന കിരണങ്ങൾ പത്രോസിനെ അനുതാപത്തിന്റെ പുഴയിൽ മുക്കിയെടുത്തു. ദൂരെ നിന്ന്, അങ്ങ് ദൂരെ നിന്ന്. ഞാൻ വിചാരിക്കുന്നത് ഈ പത്രോസ് എന്നതിന്റെ ഒരു 50 മീറ്റർ പുറകെ നിന്നാ മതിയായിരുന്നു. ആര്? യൂദ. ഒരു നോട്ടം, ഒരു പിടി, അത് മതിയായിരുന്നു. യൂദ ആരായി മാറിയാനെ? നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ നമ്മൾ പേരിട്ടാരെ യൂദ. കാരണം അദ്ദേഹം വിശുദ്ധനായി മാറിയാനെ. പക്ഷെ പോയില്ല. 12 മണിക്കൂർ ഉണ്ടായിരുന്നു, പോയില്ല. പാതിരാക്കുംഭസാരം പാഴായി പോയി. പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ മൃതശരീരം പള്ളിയിൽ കൊണ്ടുവരുമ്പോ ഏവങ്കേലിയോൻ വായന കഴിഞ്ഞ് 2 ശുശ്രൂഷക്കാര് അപ്പുറവും ഇപ്പുറവും നിന്ന് ലുത്തിനിയ വായിക്കും. കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്: ഒരുവന്റെ ശരീരത്തിൽ മരണമെത്തുമ്പോൾ കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. കേട്ടിട്ടുണ്ടോ? എന്താ? ഒരുവന്റെ ശരീരത്തിൽ മരണമെത്തുമ്പോൾ കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് എത്ര നേരം വേണ്ടി വരും? ചുങ്കത്തറ കാലിൽ നിന്ന് തലവരെ മരണം 1.5 ആഴ്ച, ഒരാഴ്ച, ഒരു ദിവസം, ഒരു നാഴിക, ഒരു നിമിഷത്തിന്റെ അർത്ഥം മതിയെങ്കിൽ, if you have a possibility, if you have an opportunity, ഒരു അവസരം കിട്ടുമോ, ഒരു സാധ്യതയുണ്ടെങ്കിൽ നീ അനുഭവിക്കണം. അവിടെയാണ് 12 മണിക്കൂർ സമയമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പാഴായിപ്പോയ പാതിരാക്കുംഭസാരത്തിന്റെ കഥ പറയുക. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യമില്ലാത്ത കുറ്റബോധം നമ്മുടെ പ്രശ്നം അത് തന്നെയാണ്. നാളെ ആകട്ടെ, നാളെ ആകട്ടെ. കാരുണ്യ ലോട്ടറി ടിക്കറ്റിന്റെ ഉച്ചഭാഷയുടെ ശബ്ദം പോലെയാണ് നമ്മൾ തമ്പുരാനോട് പറയും, നാളെ ആകട്ടെ, നന്നായിക്കോളാം, നാളെ ആകട്ടെ, നന്നായിക്കോളാം. എന്തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും, കാലം പോകുന്നു. ശീമ നമസ്കാരം വെള്ളിയാഴ്ച സന്ധ്യ കേൾക്കുക. എന്തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും, കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഒരു ദിവസം പറയാ, നാളെ ആട്ടെ, അത് ചെയ്യണം, നാളെ ആവട്ടെ, തിരുവിടെ നന്നാവണം. പിഴ നിലനിൽക്കുന്നു. യൂദായുടെ കുറ്റബോധത്തിന്റെ കഥ. ആ നാണയങ്ങളുമായ അയാൾ മഹാപുരോഹിതന്മാരുടെ വാതിൽ നിന്ന് ഓടുമ്പോൾ ഇതാ പൂർണ്ണ നിലാവത്ത് പൗർണമിയിൽ കുളിച്ചു നിൽക്കുന്ന യെരൂശലേം ദേവാലയം, ഏകാന്തമായ ദേവാലയം. അതിന്റെ കുമ്മായക്കല്ലുകൾ ഭാഗിക ഭണ്ഡാരപുരയിലേക്ക് ഈ നാണയങ്ങൾ ഇയാൾ വലിച്ചെറിഞ്ഞു. അത് ചിതറി വീണത് കിലുക്കം ഇയാളെ പുച്ഛിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു സംഭവം നടന്നു. എന്തെന്നറിയാം? ഈ പള്ളി കമ്മിറ്റിക്കാരെല്ലാം യെരൂശലേം ദേവാലയത്തിന്റെ ആളുകൾ ആരൊക്കെയോ കമ്മിറ്റിക്കാർ നോക്കിയപ്പോ ഭണ്ഡാരത്തിന് പുറത്ത് കാശ് കിടക്കുന്നു. ഭണ്ഡാരം രാത്രി കുത്തി തുറന്നു. കമ്മിറ്റി വിളിച്ചു,
ഭണ്ഡാരം കുത്തി തുറന്നല്ല, ആരാണ്ട് പണം ഇട്ടപ്പോ പുറത്ത് വീണതാ. പറക്കി കുട്ടിയപ്പോ 30 കാശ്. അവര് ചിന്തിച്ചു ഇത്തിരി കാശ് ഒരുമിച്ച് കിട്ടില്ല, എന്നാ ചെയ്യുക, ഇത് മുത്തൂറ്റാണോ ഫെഡറൽ ബാങ്കാണോ ഭേദം? അപ്പോൾ അവര് തീരുമാനിച്ചു, വേണ്ട, ഭേദമുള്ള കമ്മിറ്റിക്കാരാണ്, വേണ്ട, ഇത് രക്തത്തിന്റെ വിലയാ. എല്ലാ കാശും പള്ളിക്ക് കൊള്ളുകയല്ലേ, എല്ലാ പണവും പള്ളിക്ക് കൊള്ളുകയല്ലേ, ഇത് വേണ്ട നമുക്ക്. അതുകൊണ്ട് ഒരു സ്ഥലം വാങ്ങി. ആ സ്ഥലത്തിന്റെ പേര് ഈ സദസ്സിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടൊരു സ്ഥലം വാങ്ങി. എന്ത് സ്ഥലം? കുശവന്റെ പറമ്പ്. രക്തനിലമെന്ന് പറഞ്ഞു ഇപ്പൊ മാർക്ക് തരത്തിൽ ഇത്തിരി കഴിയുമ്പോ തരും. കുശവന്റെ പറമ്പ്, പ്രിയപ്പെട്ട ഒരു കുശവന്റെ പറമ്പ്. പിന്നീട് അതിനൊരു പേര് കിട്ടി. എന്താ? അക്കൽദാമ. രക്തനിലം. മോശമാണ്. കുശവന്റെ പറമ്പ് മോശമായിരിക്കില്ല. കാരണം 3 പേർക്കാണ് മണ്ണിന്റെ സൗന്ദര്യം അറിയുക. 1 കർഷകന്, 2 ശില്പിക്ക്, 3 കുശവൻ. എന്ന് പറഞ്ഞാൽ മനോഹരമായ മണ്ണായിരിക്കണം കുശവന്റെ മണ്ണ്. പക്ഷെ എത്ര മനോഹരമായ മണ്ണാണെങ്കിലും ഈ കുശവന്റെ പറമ്പിനൊരു പേര് കിട്ടി. കാരണം എന്ത്? രക്തനിലം, അക്കൽദാമ. എന്തുകൊണ്ട്? ഒരൊറ്റ കാരണം, ദൈവാധീനമില്ലാത്ത ധനം. ദൈവമില്ലാത്ത കാശ് കൊണ്ട് വാങ്ങിയ കുശവന്റെ പറമ്പ് രക്തനിലമായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും എത്ര മനോഹരമായ കുശവന്റെ പറമ്പ്. പൊന്നോ പണമോ വസ്തുവോ എന്തോ ആയാലും അതിലാരുടെയെങ്കിലും കണ്ണീരുണ്ടെങ്കിൽ, അതിന് ദൈവമില്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ, ഉടപ്പിറന്നവരുടെ നെടുവീർപ്പ് അതിനകത്തുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സങ്കടം അതിനകത്തുണ്ടെങ്കിൽ, അത് രക്തനിലമാവും. നിനക്കും ഭാര്യയ്ക്കും സുഖത്തെ വലിയ കുഴപ്പം കാണില്ല ഇപ്പോ. പക്ഷെ നമ്മുടെ കൊച്ചുങ്ങൾക്ക് അത് പൊള്ളലായിരിക്കും. എനിക്കും ഭാര്യയ്ക്കും ഇപ്പോൾ അത് കുശവന്റെ പറമ്പായിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്കത് അക്കൽദാമയാണ്. മനസ്സിലാക്കണം. ശാന്തമായി മനസ്സാക്ഷിയോട് ചോദിച്ചാട്ടെ, എന്റെ ദൈവമേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന, ഞാൻ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം, ഏതെങ്കിലും ഒരു ഭൗതികമായ നന്മ, ഏതെങ്കിലും ഒരു നേട്ടം, അതിനകത്ത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ അപ്പന്റെ കണ്ണീരുണ്ടോ, എന്റെ അമ്മയുടെ ദുഃഖമുണ്ടോ, എന്റെ ചേട്ടന്റെ പ്രയാസമുണ്ടോ, ആരുടെയെങ്കിലും അതിരുമാന്തിയതുണ്ടോ, ഏതെങ്കിലും നെടുവീർപ്പുകൾ അതിന്റെ പിറകിലുണ്ടെങ്കിൽ, ഏത് കുശവന്റെ പറമ്പും അക്കൽദാമയാവും. കുശവന്റെ പറമ്പിൽ നിന്നും അക്കൽദാമയിലേക്കുള്ള ദൂരം സമം ദൈവാധീനമില്ലാത്ത ധനം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ കാശിന്റെ പോയ പോക്ക് കണ്ടോ? ആ രാത്രി ലക്ഷ്യമില്ലാത്ത കുറ്റബോധം. ധനം അപകടമാണെന്ന് ഇവിടെ പറയുന്നില്ല. ധനത്തിന്റെ അപകടം ക്രിസ്തു പറയുമ്പോൾ 2 അർത്ഥമേ ഉള്ളൂ. 1, ഹൗ യു ജനറേറ്റ് ഇറ്റ്. നീ അത് ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ കണ്ണീരുണ്ടോ ആരുടെയെങ്കിലും? 2, ഹൗ യു സ്പെൻഡ് ഇറ്റ്. നീ ചെലവാക്കുന്നത് വിധത്തിൽ പാപമുണ്ടോ? ഇത് രണ്ടും ആ ധനത്തിന്റെ അപകടം. 1, ഹൗ യു ജനറേറ്റ് ഇറ്റ്. നീ എങ്ങനെ അത് ഉണ്ടാക്കുന്നത്? ആരുടെയെങ്കിലും കണ്ണീരകത്തുണ്ടോ? അത് പാപമാവും. 2, ഹൗ യു സ്പെൻഡ് ഇറ്റ്. നീ ചെലവാക്കുന്നതിനകത്ത്, അരി മേടിക്കാനുള്ള കാശ് കൊടുത്ത് പൈന്റ് മേടിക്കുമ്പോൾ അത് പാപമാ, അല്ലേ? ഉള്ളി മേടിക്കാനുള്ള കാശ് കൊച്ചു നീ കൊടുത്തു വിടുമ്പോ അത് മാറ്റിയിട്ട് ബോബന് മോളി മേടിക്കുമ്പോൾ അത് പാപമാ. ഹൗ യു ജനറേറ്റ് ഇറ്റ്, ഹൗ യു സ്പെൻഡ് ഇറ്റ്. എങ്ങനെ അത് ഉണ്ടാക്കുന്നു, എങ്ങനെയത് ചെലവാക്കുന്നു. രക്തനിലങ്ങളാകും. പഴയ പല തറവാടുകളും ഇന്ന് മുടിഞ്ഞു വെണ്ണീറാകാൻ കാരണം ധനക്ഷയമല്ല, കാശിന്റെ കുഴപ്പമല്ല, സുഹൃതക്ഷയമാണ്. സുഹൃതക്ഷയമാണ്. ക്രിസ്തുവില്ലാത്ത വെള്ളി നാണയങ്ങൾ ഒരു പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ താഴോട്ട് പോകാം. പുണപോക്കുണ്ടോ? രാവ് വെളുത്തിട്ടില്ല. നാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് ഈ മനുഷ്യൻ താഴ്വാരങ്ങളിലേക്ക് ഓടുകയാണ്. അതൊരു പാപത്തിന്റെ പടിയിറക്കമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:18 ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾ ഒരു കയറിൽ, 1 മുഴം കയറിൽ തൂങ്ങിയാടുക. കയറ് പൊട്ടി ശരീരം താഴെ കരിമ്പാറക്കെട്ടിൽ വീണു. ചിഹ്ന ഭിന്നമായി വചനം പറയുന്നു, കുടലെല്ലാം തെറിച്ചു എന്ന് പറഞ്ഞവരുടെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അടക്കാൻ കിട്ടിയില്ല. ശവമടക്ക് നടന്നില്ല. കാരണം ഈ ശരീരത്തിന് കാവലിരുന്നത് കഴുകന്മാരായിരുന്നു. അയാളുടെ നാണയത്തിന്റെ ഒരു വശം പോലെ മുകളിൽ ഒരു പുണ്യാഹ രക്തത്തിന്റെ ബലി, കാൽവറി ഒരു പുണ്യാഹ രക്തത്തിന്റെ ബലി, ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുന്ന, ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്ന, കാലത്തിന് സൗരഭ്യം ചാർത്തുന്ന തിരുരക്തത്തിന്റെ ബലി നടക്കുമ്പോ
ആ തിരുരക്തം കാൽവരിയുടെ പച്ചമണ്ണിലേക്ക് പാഞ്ഞൊഴുകി ചുംബിക്കുമ്പോ താഴെ അക്കൽദാമയിലെ പൂക്കളെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഈ ഗതികെട്ടവന്റെ കറുത്ത രക്തം ചിതറിത്തെറിച്ചു വീഴുന്നു. മുകളിൽ ഒരു പുണ്യാഹബലി, താഴെ ഒരു അഭിശപ്ത മരണം. കുടലെല്ലാം തെറിച്ചുപോയി. യൂദായുടെ ദാരുണ മരണം. ഒരടക്കം കിട്ടിയില്ലെന്നുള്ളതാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചാലും 100 മക്കൾക്ക് ജന്മം നൽകിയാലും ജീവിതത്തിലെ നല്ല വകകൾ ആസ്വദിക്കാതെയും ഒരു നല്ല സംസ്കാരം പ്രാപിക്കാതെയും പോയാൽ അയാളും ഗർഭമലസിൽ പോയ പിണ്ടവും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് ഇവിടെ. ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചാലും 100 മക്കൾക്ക് ജന്മം നൽകിയാലും ജീവിതത്തിലെ നല്ല വകകൾ ആസ്വദിക്കാതെയും ഒരു നല്ല സംസ്കാരം പ്രാപിക്കാതെയും പോയാൽ അയാളും ഗർഭമലസിൽ പോയ പിണ്ടവും തമ്മിൽ വ്യത്യാസമില്ല. ആണ്ടുകുംഭസാരങ്ങൾ കൊണ്ട് പോളിഷ് ചെയ്യുന്ന നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ യൂദായുടെ വെള്ളി നാണയങ്ങൾ പുച്ഛിക്കുന്നുണ്ട്. പോളിഷ് ചെയ്യുന്നേ ഉള്ളൂ, അകത്തെ തടി മോശമാണ്. 40-ാം വെള്ളിയാഴ്ചയുടെ തലേ കുംഭസാരത്തിന്റെ ആയുസ് ഈസ്റ്ററിന്റെ പ്രഭാതം വരെയില്ല. ഇളകിപ്പോകുന്നു അടുത്ത പുതുമഴയെത്തി പോളിഷ്. ഇളകിപ്പോകുന്നു അടുത്ത പാപത്തിന്റെ കൊടിയ വേനലിൽ ഈ പോളിഷ്. ഈ മനുഷ്യന്റെ ദാരുണമായ അന്ത്യം, ഈ മനുഷ്യന്റെ അവസാനത്തെ വിനാഴികൾ ദാരുണമാണ്. A glorious beginning but a tragic end. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് എന്റെ മനസ്സിലേക്ക് വരിക. ജീവിതം മരണത്തെ പഠിപ്പിക്കുന്നില്ലെന്നും മരണം ജീവിതത്തെ പഠിപ്പിപ്പൂ പലതും. ആരുടെ ജീവിതം ആരുടെ മരണത്തെ ഒന്നും പഠിപ്പിക്കില്ല. ജീവിതം മരണത്തെ പഠിപ്പിക്കുന്നില്ലെന്നും മരണം ജീവിതത്തെ പഠിപ്പിപ്പൂ പലതും. ചില മരണങ്ങൾ ശേഷമുള്ള ജീവിതങ്ങൾക്ക് ഒരു പാഠമാണ്. ഈ രാത്രി വെള്ളിക്കാശ് നമുക്ക് നേരെ പിടിക്കുന്ന കണ്ണാടി. ഈ രാത്രി വെള്ളി നാണയങ്ങൾ ഈ കറുത്ത കാലത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടി. ഏറെ സ്നേഹിക്കുന്നവർ ഏറെ വെറുത്തേക്കാം. രാവിലെ സന്ധ്യയോടെ ചേർത്ത് പിടിക്കുന്നവരൊക്കെ പുലരിയിൽ എറിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഗതികെട്ടു പോകാൻ ഒരു രാത്രി തികച്ചു വേണ്ട. എത്ര വിജയിയായാലും നമ്മുടെ മൊബൈൽ ഫോണിൽ വിരുന്നെത്തുന്ന ഒരു ഫോൺ കോൾ മതിയാകും നമ്മുടെ ജീവിതത്തിന്റെ പകിട തിരിഞ്ഞു കറങ്ങാൻ. എത്ര വലിയ മനുഷ്യരായാലും, എത്ര വലിയ നേട്ടമുള്ള ആളായാലും, എത്ര വേഗം ഓടുന്ന ആളായാലും തമ്പുരാന്റെ വചനം മറക്കല്ലേ. ഈ രാത്രി നിന്റെ പ്രാണനെ ചോദിച്ചു. നമ്മുടെ ഫോണിലേക്ക് വിരുന്നെത്തുന്ന ഒരു ഫോൺ കോൾ മതിയാകും നമ്മുടെ ജീവിതത്തിന്റെ പകിട തിരിഞ്ഞു കറങ്ങാൻ. 2, കണക്കുകൾ പിഴയ്ക്കുന്ന ഒരു കാലമുണ്ട്. ഒരുപാട് കണക്കുകളുമായി, ഒരുപാട് സ്വപ്നങ്ങളുമായി അയാൾ ഓടുകയാണ്. 1000 സ്വപ്നങ്ങൾ അയാളുടെ മടിശൈലിയിൽ അയാൾ ചേർത്ത് പിടിച്ചതാണ്. ആ നാണയങ്ങൾ കിലുങ്ങുമ്പോഴൊക്കെ അയാളുടെ ഉള്ളിൽ കിനാവുകൾ കൂട്ടത്തോടെ കിലുങ്ങിയിരുന്നു. നാണയത്തിന്റെ കിലുക്കത്തേക്കാൾ അയാളിൽ കിലുങ്ങിയത് അയാളുടെ കരളിലെ കിനാവുകളാണ്. പക്ഷെ ഒക്കെ പാളിപ്പോയില്ലേ? ഓർക്കണമേ, men calculate, God decides. മനുഷ്യൻ കണക്കൂട്ടുന്നു, ദൈവം തീരുമാനിക്കുന്നു. മുക്കുവന്റെ കണക്കല്ല, തച്ചന്റെ പദ്ധതിയാണ് ജീവിതം. മുക്കുവന്റെ കണക്കല്ല, തച്ചന്റെ പദ്ധതിയാണ് ജീവിതം. 3, എയിംലെസ് കൺഫെഷൻ. ലക്ഷ്യം തെറ്റിയ കുറ്റബോധം. എന്നെ പോലെ, താങ്കളെ പോലെ എനിക്ക് പാപബോധമുണ്ട്. എനിക്ക് തെറ്റാണെന്നറിയാം പലതും. പക്ഷേ കുറ്റബോധങ്ങൾ ആയുസ്സില്ലാതെ പോകുന്നു. ആ രാത്രി പത്രോസിന്റെ പിറകിലെങ്കിലും നിന്നിരുന്നെങ്കിൽ പാപിയായവൻ വിശുദ്ധനാകേണ്ടവൻ. പക്ഷെ ലക്ഷ്യം തെറ്റി ഓടുന്ന യാത്രകൾ അയാളെ ഭ്രാന്തനാക്കി. അക്കൽദാമയുടെ താഴ്വരയിൽ ഒരു പടുമരണത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ, ഒരാളുടെ ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ കഥ മറ്റൊരു വഴിക്ക്. പ്രിയപ്പെട്ടവരെ, വചനം ധ്യാനിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. എന്നാൽ വചനം നമ്മുടെ നേരെ കണ്ണാടിയായി പിടിക്കുമ്പോൾ, ഈ വെള്ളിക്കാശ് നമ്മുടെ നേരെ കണ്ണാടിയായി പിടിക്കുമ്പോൾ 2 ഉത്തരം കിട്ടണം. 1, വാട്ട് വി ആർ.
നമ്മൾ ആരാ? 2, വാട്ട് വി ഷുഡ് ബി, നമ്മൾ ആരാകണം. ഒരു കണ്ണാടിയിൽ നിന്ന് ഏതൊരു മനുഷ്യനും, ഇത് കൺവെൻഷന് പോയപ്പോ കണ്ണാടി നോക്കിയപ്പോ നമുക്ക് 2 ഉത്തരം കിട്ടി. വാട്ട് വി ആർ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, കുഴപ്പം എന്തൊക്കെ ഉണ്ടായി. ഒരു ഉത്തരം കൂടെ കിട്ടി, വാട്ട് വി ഷുഡ് ബി, എങ്ങനെ ഒരുങ്ങണം, എങ്ങനെയൊക്കെ ചെയ്താൽ കൃത്യമാവും. ഒരു കണ്ണാടി ഒരു മനുഷ്യന് കൊടുക്കുന്ന 2 ഉത്തരവാണ്. 1, വാട്ട് വി ആർ. 2, വാട്ട് വി ഷുഡ് ബി. നീ ആരാണ്, നീ ആരാകണം.